റോമർക്കെഴുതിയ ലേഖനം 11 അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുകയാണ് ദൈവദാസൻ പാസ്റ്റർ ജിജി പി മോഹൻ. ആ ഭാഗം ഒന്ന് വായിക്കും. റോമൻസ് ചാപ്റ്റർ 11 വേർഡ്സ് 4 and 5. ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് ശേഷിപ്പിനെ ഉപയോഗിക്കുന്ന ദൈവം എന്ന വിഷയമാണ്. പ്രസ്തുത പ്രത്യേകാൽ എന്തെങ്കിലും ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടോ, അതിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഇന്ന് ഈ ഞായറാഴ്ചയിൽ എന്നെ കാണുന്ന കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്രവൃത്തി സർവശക്തനാകുന്ന ദൈവം, സ്വർഗസ്ഥനായ പിതാവ് ചെയ്യുവാനിടയാകും. റോമർക്കെഴുതിയ ലേഖനം 11 അധ്യായത്തിൽ അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിയനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവെ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്ന് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. അടുത്ത വാക്യത്തിൽ നമുക്കറിയാം, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, പ്രവൃത്തിയാലാണെങ്കിൽ കൃപ കൃപയല്ല. ഏലിയാവിന്റെ കാലഘട്ടത്തെക്കുറിച്ച് റോമർക്കെഴുതിയ ലേഖനം 11 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പഴയ നിയമ ഭാഗത്തിൽ നിന്നും, ആ ചരിത്ര ഭാഗത്തിൽ നിന്നും എടുത്തുദ്ധരിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തിന്റെ 18 മുതലുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട സംഭവം നാം കാണുന്നത്. ഏലിയാവ് എന്ന പ്രവാചകൻ തന്നെ ബാലിന്റെ ദേവന്മാരും ഇസബേലിയ ശക്തികളും കർമ്മേലിന്റെ മലമുകളിൽ വെല്ലുവിളിക്കുമ്പോൾ, വലിയ വെല്ലുവിളികളുടെയും പ്രതിസന്ധികളുടെയും വൈഷമ്യതകളുടെയും ഒക്കെ നടുവിൽ ഏലിയാവ് എന്ന പ്രവാചകൻ കർമ്മേലിന്റെ മലമുകളിൽ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് തീയിറക്കി യാഗവസ്തുവിനെയും യാഗപീഠത്തെയും അടിയിലൂടെ ഒഴുകിയ വെള്ളം വരെ വറ്റിപ്പോകുമാറ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് ഏലിയാവ് ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ഒരുത്തൻ മാത്രം കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി ശേഷിച്ചിരിക്കുന്നു, ഞാൻ ഒരുത്തനെ നിനക്ക് വേണ്ടിയിട്ടുള്ളൂ, ഞാൻ ഒരുവൻ മാത്രമേ നിന്റെ നാമത്തിന് വേണ്ടിയിട്ടുള്ളൂ എന്ന് ഏലിയാവ് പ്രസ്താവിക്കുന്ന സമയത്ത് സർവശക്തനാകുന്ന ദൈവം ഏലിയാവിനോട് പറഞ്ഞ ഒരു വാക്കാണ്: ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ശേഷിപ്പ്, റെമനന്റ് എന്ന വിഷയം ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം എന്ന് പറയുന്നത്, ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഏലിയാവ് പറഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രമേ യഹോവേ നിനക്ക് വേണ്ടി ശേഷിച്ചിരിക്കുന്നുള്ളൂ. പെട്ടെന്നാണ് കർത്താവ് ഏലിയാവിനോട് പറയുന്നത്, നീ ഒരുത്തൻ മാത്രമല്ല, ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. അത് തന്റെ ജനമായ ഇസ്രായേലിനെ കുറിച്ചാണ് യഹോവയാകുന്ന ദൈവം ഏലിയാവിനോട് പറഞ്ഞത്. എന്നാൽ ആ വിഷയവുമായിട്ട് പൗലോസ് കണക്ട് ചെയ്തത് ഈ കാലഘട്ടത്തിലാണ്, ഈ കാലഘട്ടത്തോടാണ്. അതാണ് അടുത്ത വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. അന്ന് ഏലിയാവിന്റെ കാലത്ത് ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ, സത്യത്തിന് വേണ്ടി നിൽക്കുന്ന 7000 പേരെ, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നെങ്കിൽ മറന്നു പോകണ്ട, ഈ കാലഘട്ടത്തിലും
ആ നിലകളിൽ എൻ്റെ ദൈവത്തിനു വേണ്ടി, അവൻ്റെ രാജ്യത്തിനു വേണ്ടി അവൻ ശേഷിപ്പിച്ചിരിക്കുന്ന ഒരു ശേഷിപ്പുണ്ട്. അവരുടെ പ്രത്യേകത, അവർ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടവരല്ല, അവർ പ്രവൃത്തികളാൽ അംഗീകരിക്കപ്പെട്ടവരല്ല, അവർ യേശുക്രിസ്തുവിന്റെ കൃപയാൽ അംഗീകരിക്കപ്പെട്ടവരും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവരുമാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഈ ഓൺലൈൻ സർവീസിലൂടെ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന നിങ്ങളെ കുറിച്ചാണ്. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ അന്ന് ദൈവം ശേഷിപ്പിച്ചു എങ്കിൽ, തൻ്റെ മഹത്വത്തിനായി നിലനിർത്തിയെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ഇതാ നിങ്ങളെയും എന്നെയും കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ടും ദൈവവചനത്തിൻ്റെ സത്യങ്ങളിൽ നിലകൊള്ളുവാനായിട്ടും, ദൈവവചന സത്യങ്ങളിലും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടും സർവശക്തനായ ദൈവം വേർതിരിച്ചിരിക്കുന്നു. അത് പ്രവൃത്തി കൊണ്ടല്ല, അത് കൃപയാലാണ്. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ ദയയാണ്. അത് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവനെ നൽകിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പരമയാഗം ആയതുകൊണ്ടാണ്. ആ ക്രൂശിനെ നോക്കിക്കൊണ്ട്, ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട്, ആ പുണ്യ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറയാമോ? കർത്താവെ, ഈ കാലഘട്ടത്തിൽ എന്നെ ഒരു ശേഷിപ്പായിട്ട് അവിടുത്തെ മഹത്വത്തിനായി, അവിടുത്തെ രാജ്യത്തിനായി എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടുന്ന് നിർത്തിയിരിക്കുന്ന അവിടുത്തെ വിശ്വസ്തതയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, എന്താണ് ആ ശേഷിപ്പിനെ കുറിച്ച് പറയുന്നത്? അത് കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു ശേഷിപ്പാണ്. താഴെ വ്യക്തമായി പറയുന്നു, അത് കൃപയാലാണെങ്കിൽ ഒരു പ്രവൃത്തിയാലുമല്ല. പല ആൾക്കാരും അവരുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി ശ്രമിക്കുമ്പോൾ ഒരിക്കലും നാം തിരഞ്ഞെടുക്കപ്പെട്ടത്, നാം നീതീകരിക്കപ്പെട്ടത്, നാം രക്ഷിക്കപ്പെട്ടത് നമ്മളുടെ ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ടല്ല. എന്നാൽ സൽപ്രവൃത്തികൾക്കായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അതെ, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കുവീനെന്ന് കർത്താവ് നമ്മളോട് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രവൃത്തികൾ വേണ്ട എന്നല്ല ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാം, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അങ്ങനെ തന്നെ പോകട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പകരം ചെയ്യുവാൻ. ഓരോരുത്തന് അവൻ ചെയ്ത പ്രവൃത്തികൾക്ക്, അവൻ പറഞ്ഞ പ്രവൃത്തികൾക്ക്, അവൻ കാണിച്ച പ്രവൃത്തികൾക്ക് തക്കവണ്ണം പകരം ചെയ്യുവാൻ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. പക്ഷേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്, ദൈവം നമ്മളെ ഒരു ശേഷിപ്പായി നിലനിർത്തിയിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ പ്രവൃത്തിയല്ല. അവന് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും അവന് ദയ തോന്നണമെന്നുള്ളവനോട് ദയ തോന്നുകയും ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവായ ക്രിസ്തുവിനോടുകൂടെ ചേർത്തൊട്ടിച്ച് ആ സർവശക്തനാകുന്ന ദൈവം നമ്മെയും രക്ഷിപ്പാൻ ഇടയായി, നമ്മളോട് കരുണ കാണിപ്പാൻ ഇടയായി നാം നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഏതെങ്കിലും പാരമ്പര്യങ്ങൾ കൊണ്ടോ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങൾ കൊണ്ടോ ആണ് രക്ഷിക്കപ്പെട്ടതെന്ന്? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതുവരെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടെന്ന് നിങ്ങൾ അങ്ങ് വിചാരിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിൽ ജനിച്ചതുകൊണ്ട്, ഏതെങ്കിലും ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, ഒരു വിശ്വാസ ഭവനത്തിലായതുകൊണ്ട് ഞാനും അങ്ങ് രക്ഷിക്കപ്പെട്ട ആളാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ കേവലം തോന്നൽ മാത്രമാണ്. യഥാർത്ഥമായ രക്ഷ എന്ന് പറയുന്നത്, യഥാർത്ഥമായ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പാരമ്പര്യത്താലല്ല, അത് ക്രിസ്തുവിലാണ്, അത് കൃപയാലാണ്, അത് വിശ്വാസത്താലാണ് സ്വായത്തമാക്കുന്നത്. ആ രക്ഷയും നീതീകരണവും സ്വീകരിച്ചവർ, കർത്താവിൽ നിന്ന് സൗജന്യമായി സ്വീകരിച്ചവർ, വിശ്വാസത്താൽ സ്വീകരിച്ചവർ ഒരിക്കൽ കൂടെ വായ് തുറന്ന് യേശുവിനൊരു നന്ദി പറയാം, ഒരു പ്രൈസ് ദി ലോർഡ് പറയാം, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ശേഷിപ്പിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. ഇന്നത്തെ തീം നിങ്ങൾ ഒരിക്കലും വിട്ടുപോകല്ല. അതൊരു ആത്മീക സന്ദേശം മാത്രമല്ല, നിങ്ങളോടുള്ള ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് കൂടെയാണത്. എന്തെങ്കിലും ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടോ? ആ ശേഷിപ്പിനകത്ത്, ആ റെമനന്റ് ആയിരിക്കുന്ന കാര്യത്തിനകത്ത് ദൈവം നിങ്ങൾക്കായി ഒരു അത്ഭുതം ചെയ്യും. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തിരുവെഴുത്തുകൾക്കകത്ത് നിന്ന് ചില സംഭവങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പ്രാരംഭമായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായ സബ്ജക്റ്റ് ബന്ധങ്ങളിലെ ശേഷിപ്പാണ്. ബന്ധങ്ങളിൽ വെളിപ്പെടുന്നതായ ശേഷിപ്പ്. അതിനാധാരമായിട്ട്
മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ കർത്താവിന്റെ ദാസൻ വായിക്കും. ശ്രദ്ധയോടെ കേൾക്കാം. ബന്ധങ്ങളിൽ വെളിപ്പെടുന്ന ശേഷിപ്പ്. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്നഹൂമിൽ ചെന്ന് അവൻ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവർ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ബന്ധങ്ങളിലെ ശേഷിപ്പ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശു കർത്താവ് ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്നഹൂമിൽ ചെന്നു. വലിയ കൂട്ടം പുരുഷാരം ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നു. വലിയ പുരുഷാരം അവിടെ കൂടാനുള്ളതിന്റെ പ്രധാന കാരണം നിങ്ങൾ ആ മർക്കോസ് സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അത് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ അതിന്റെ 9 മുതലുള്ള ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിന്റെ സ്നാനമാണ് നമ്മൾ കാണുന്നത്. ആ പ്രാരംഭ സമയത്ത് മാനസാന്തരത്തെക്കുറിച്ചുള്ള മെസ്സേജ് നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ യോഹന്നാന്റെ പ്രസംഗം നമ്മൾ കാണുന്നുണ്ട്. 12 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിച്ചത് നമ്മൾ കാണുന്നുണ്ട്. 14 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് 4 മീൻപിടുത്തക്കാരെ, 4 ശിഷ്യന്മാരെ, ശീമോനെയും അവന്റെ സഹോദരനായ അന്ത്രയോസിനെയും സബദിയുടെ മകനായ യാക്കോബും തന്റെ സഹോദരനായ യോഹന്നാനെ, അങ്ങനെ 4 പേരെ യേശു കർത്താവ് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 21 മുതൽ കവർന്നഹൂമിലേക്ക് തന്നെ യേശു കർത്താവ് അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന ഒരു പശ്ചാത്തലം നമ്മൾ കാണുന്നുണ്ട്. 29 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനി അല്ലെങ്കിൽ ആ കഠിന ജ്വരത്തെ യേശു സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. 40 മുതൽ വാക്യം വായിക്കുമ്പോൾ ആരും തൊടാത്ത, ആർക്കും മനസ്സലിവില്ലാത്ത ഒരു കുഷ്ഠരോഗിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് ആ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയിട്ട് 1:43 യേശു അവനെ അമർച്ചയായി ശാസിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ആരോടും പറയരുത്, നീ ആരെയും ഈ സത്യം അറിയിക്കരുത്. നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക എന്ന് പറഞ്ഞ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി വിട്ടയച്ചു. പക്ഷേ 45-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവനോ പുറപ്പെട്ട് വളരെ ഘോഷിക്കുവാനും വസ്തുത പ്രസംഗിക്കാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന പ്രദേശങ്ങളിൽ, സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തു നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി. ഈ കുഷ്ഠരോഗിയെ യേശു കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിയിട്ട് പറഞ്ഞു, നീ ഇതാരോടും പറയരുത്, ഇതാരെയും അറിയിക്കരുത്. പക്ഷെ പുള്ളിക്ക് അത് പിടിച്ചു വെക്കാൻ പറ്റിയില്ല. താൻ അനുഭവിച്ച ദൈവകൃപ, താൻ അനുഭവിച്ച ദൈവശക്തി, താൻ അനുഭവിച്ച ദൈവപ്രവൃത്തി, ആ വിടുതൽ മറച്ചു വെക്കാൻ പറ്റാത്തത് കൊണ്ട് താൻ എല്ലായിടവും നടന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. സൗഖ്യമാക്കിയ കർത്താവിനെ കുറിച്ച് അവൻ വാചാലനായി. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ദേശത്തെല്ലാം ശ്രുതിയായി. ഒന്ന്, പത്രോസിന്റെ അമ്മായിയമ്മയുടെ കഠിനജ്വരം സൗഖ്യമായി. കവർന്നഹൂമിൽ ഒത്തിരി അശുദ്ധാത്മാക്കൾ പുറത്താക്കപ്പെട്ടു. ആ നിലകളിൽ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട സാഹചര്യത്തിൽ യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ വളരെ ജനങ്ങൾ അന്ന് കൂടുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ജനം കർത്താവിലേക്ക് വരണമെങ്കിൽ, അനേകർ യേശുവിനെ അറിയണമെങ്കിൽ, അനേകർ കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ സഹോദര സഹോദരി, അതിന് മതമോ ജാതിയോ വർഗവർണ്ണ വ്യത്യാസങ്ങളോ ഡിനോമിനേഷണൽ സെപ്പറേഷൻസോ ഒന്നുമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, നിങ്ങൾ എന്തോ നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം. ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡോക്ട്രിൻസ് ഉണ്ട്. നമുക്കറിയാം, പല സഭകൾക്കും, ക്രിസ്തീയ സഭകൾക്ക് തന്നെ വ്യത്യസ്തമായ ഉപദേശ വിഷയങ്ങളുണ്ട്. അതെന്തുമാകട്ടെ, പക്ഷെ നമുക്കെല്ലാവർക്കും ദൈവം ഒരുവനാണ്. നാം എല്ലാവരും ആരാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. നമുക്ക് വേണ്ടി പല ദൈവങ്ങളല്ല രക്തമൊഴുക്കിയത്, നമുക്ക് വേണ്ടി ഒരൊറ്റ ദൈവമാണ് ജീവനെ നൽകിയത്, ക്രൂശിൽ മരിച്ചത്, യാഗമായത്. ഒരേ ഒരു ദൈവം മാത്രമാണ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്. ഒരേ ഒരു ദൈവം മാത്രമാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നത്. അത് വഴിയും സത്യവും ജീവനുമായ ഏക സത്യ നിത്യ ദൈവമായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ആ സത്യ ദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ എന്തോ ആകട്ടെ, നിങ്ങൾ ആ യേശുവിനെ പറയാൻ മടിക്കരുത്, നിങ്ങൾ ആ യേശുവിനെ അറിയിക്കാൻ മടിക്കരുത്.
ഞാൻ ഇന്നത്തെ ഈ ഓൺലൈൻ സർവീസിന്റെ പ്രാരംഭ നിമിഷങ്ങളിൽ അറിയിച്ചതുപോലെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ മറന്നു പോകല്ല. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, യേശു പറഞ്ഞു നിങ്ങൾ പോകുക. ഗോ എന്ന പദമാണ് എഴുതിയിരിക്കുന്നത്. ഗോ ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. ഗോ. എല്ലാം തുടങ്ങുന്നത് അങ്ങനെയല്ലേ? ഗുഡ് ന്യൂസിന്റെ ആദ്യത്തെ 2 അക്ഷരം എന്താ? ഗോ. ഗോസ്പലിന്റെ ആദ്യത്തെ 2 അക്ഷരം എന്നാ? ഗോ. ഗോഡിന്റെ ആദ്യത്തെ അക്ഷരം എന്നാ? ഗോ. എല്ലാത്തിനകത്തും പോകുക, പറയുക, അറിയിക്കുക എന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് യേശു കർത്താവിന്റെ അരികിൽ ഈ ജനമെല്ലാം കൂടി വന്നതിന്റെ കാരണം യേശു ചെയ്ത പ്രവൃത്തികളെ ഒളിച്ചു വെക്കാതെ, യേശുവിൽ നിന്ന് അനുഭവിച്ച വിടുതലുകളെ ഒളിച്ചു വെക്കാതെ, യേശു കർത്താവിൽ നിന്ന് കേട്ട കാര്യങ്ങളെ മറച്ചു വെക്കാതെ, നാണക്കേടാന്ന് വിചാരിക്കാതെ അത് വിളിച്ചു പറയാൻ ഒരു കൂട്ടം തയ്യാറായി. അതുകൊണ്ട് വലിയ കൂട്ടം പുരുഷാരം യേശുവിനെ അനുഗമിച്ചു, യേശുവിലേക്ക് കടന്നു വന്നു. അങ്ങനെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കവർന്നഹോമിലെ വീട്ടിലും വലിയ ജനക്കൂട്ടം കടന്നു വന്നു. 2-ാമത്തെ വാക്ക് 2:2 മർക്കോസ് 2:2 എഴുതിയിരിക്കുന്നത്, ഉടനെ വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു എന്നാണ്. ആ സമയത്ത് അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് അവന്റെ അടുക്കൽ വന്നു. ബന്ധങ്ങളിലെ ശേഷിപ്പ് എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഈ പക്ഷപാതക്കാരനെ സംബന്ധിച്ച് ശരീരം മുഴുവൻ തളർന്നുപോയ മനുഷ്യനാണ്. ജീവിതത്തിൽ ഒരു പ്രതീക്ഷകളും ഇല്ലാത്ത മനുഷ്യനാണ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ശരീരം മുഴുവൻ തളർന്ന് എല്ലാവരാലും ഒരു പക്ഷേ അവന്റെ സാഹചര്യ നിമിത്തം കൈവിടപ്പെട്ടു പോയ മനുഷ്യനായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതിനെ ഒരു കഥ പോലെ കേൾക്കാതെ, കേട്ടറിവുകൾ കൊണ്ട്, വായിച്ചറിവുകൾ കൊണ്ട് വെറുതെ എങ്ങനെ ചിന്തിച്ചു വിടാതെ, നിങ്ങളൊന്ന് ഓർത്തെ, ശരീരം മുഴുവൻ തളർന്നു പോയ, അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന, ഒരു വെജിറ്റബിൾ പോലെ, ഒരു പച്ചക്കറി കഷ്ണം പോലെ കിടക്കുന്ന, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ ചെറുപ്പക്കാരനെ ആർക്ക് വേണം? ആർക്കവനെ ഉപയോഗിക്കാൻ കഴിയും? അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം തകർന്നവനാണ്. പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ടവനാണ്. പന്ത് കളിക്കാൻ പോകാൻ കൂട്ടുകാരോടെ പറ്റുമോ? കൂട്ടുകാർ കാണുമോ? കറങ്ങി നടക്കാൻ പറ്റുമോ? ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ ഒരു പക്ഷെ അവൻ തളർന്ന സമയത്ത് കുറച്ചു പേരൊക്കെ അടുത്ത് വന്ന് കാണും. ആദ്യമൊക്കെ അവന്റെ അടുക്കൽ വന്നിട്ട് പോട്ടെ, ഭാരപ്പെടണം എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ ഏതൊരു കാര്യത്തിൽ അങ്ങനെ, ഒരു മരണം നടക്കുമ്പോൾ ആദ്യത്തെ 1-2 ദിവസമൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കാനും പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ വരും. പിന്നൊന്നും ആരും വരിക പോലും ഇല്ല. ജീവിതത്തിൽ രോഗിയെ കിടക്കുമ്പോൾ, പ്രയാസപ്പെട്ട് കിടക്കുമ്പം, ആശുപത്രി കിടക്കുമ്പം ആദ്യത്തെ സമയത്ത് ഒന്ന് വിളിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് വന്ന് കാണും. പിന്നെ ഡിസ്ചാർജായി വീട്ടിൽ വന്ന വിവരം പോലും പലരും അറിയത്തില്ല. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ആഴമായ പ്രയാസത്തിലൂടെ കടന്നു പോയതും ആരും അറിയത്തില്ല. എല്ലാവരും ആ പ്രാരംഭ സമയത്തുള്ള അന്വേഷണങ്ങളും പറച്ചിലുകളും ഒക്കെ ഉള്ളൂ. പക്ഷെ ഇവന്റെ സാഹചര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കാം സംഭവിച്ചത്. കാരണം മുഴുവൻ തളർന്നു പോയ, അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ഈ ചെറുപ്പക്കാരന് ആരും ഉണ്ടാകത്തില്ല. അവനെ കൂട്ടുകൂടിയിട്ട് എന്നാ സാധിക്കാനാ? അവന്റെ കയ്യിൽ പണമുണ്ടോ? അവന് ആരോഗ്യമുണ്ടോ? അവനൊരു ജീവിതമുണ്ടോ? ഒന്നുമില്ല. നിസ്സഹായനായി ആർക്കും വേണ്ടാതെ കിടക്കുന്ന, ഒരു പക്ഷേ അവന്റെ ജീവിത സാഹചര്യങ്ങൾ നിമിത്തം എല്ലാവരും മറന്നുപോയ ഒരു തളർവാദ രോഗിക്ക് അവന്റെ സൗഖ്യത്തിനായി, അവന്റെ വിടുതലിനായി ദൈവം 4 സുഹൃത്തുക്കളെ അവന് വേണ്ടി ശേഷിപ്പിച്ചു. ദൈവത്തിന്റെ ശേഷിപ്പുകളെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ശേഷിപ്പിനകത്തുനിന്ന് ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവന് വേണ്ടി ദൈവം ശേഷിപ്പിച്ച ആ 4 സുഹൃത്തുക്കൾ, ആ 4 വ്യക്തികളല്ലേ അവന്റെ ജീവിതത്തിന് വഴിത്തിരിവായത്? ആ 4 സുഹൃത്തുക്കളെ ദൈവം അവന് ശേഷിപ്പിച്ചതുകൊണ്ട് അവരും കൂടെ കളഞ്ഞിട്ട് പോയിരുന്നെങ്കിലോ, അവരും കൂടെ അവനെ മറന്നു കളഞ്ഞിരുന്നെങ്കിലോ, ഇവനിപ്പം വിടുതലുണ്ടായിട്ട് ഞങ്ങൾക്ക് എന്നാ സാധിക്കാനാ, ഇവനിപ്പോ സൗഖ്യം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് എന്നാ സാധിക്കാനാണെന്ന് അവർ ചിന്തിച്ചിരുന്നെങ്കിലോ? ഒന്നും കൂടെ ആഴമായി ചിന്തിച്ചാൽ ആ 4 സുഹൃത്തുക്കൾക്ക്, അവന്റെ 4 കൂട്ടുകാർക്കായിരുന്നു യഥാർത്ഥത്തിൽ യേശുവിനെ കുറിച്ച് അറിവുണ്ടായിരുന്നതും യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നതും. അതുകൊണ്ടാണ് തൊട്ട് താഴെയുള്ള വാക്യത്തിൽ നമുക്ക് ആ 2-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്, സ്തോത്രം, അവനെ കൊണ്ടുവന്നവരുടെ ആ വിശ്വാസം കണ്ടിട്ടാണ് യേശു കർത്താവ് അവനെ സുഖപ്പെടുത്തിയത്. അത് നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം, അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ
എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്. യേശു ആരുടെ വിശ്വാസം കണ്ടിട്ട്? ആരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്? അവനെ കൊണ്ടുവന്ന അവന്റെ 4 സുഹൃത്തുക്കളുടെ, ആ കൂട്ടുകാരുടെ, അവന് വേണ്ടി ശേഷിപ്പിച്ച അവരുടെ വിശ്വാസം കണ്ടിട്ട്, അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവന് വേണ്ടി എല്ലാവരും അവനെ ഉപേക്ഷിച്ചപ്പോഴും, എല്ലാവരും അവനെ മറന്നപ്പോഴും, അവന്റെ ജീവിത സാഹചര്യം നിമിത്തം എല്ലാവരും അവനെ വിട്ടുപോയപ്പോഴും, അവന് വേണ്ടി കർത്താവ് ശേഷിപ്പിച്ച അവന്റെ 4 സുഹൃത്തുക്കൾക്ക് യേശുവിനെ കുറിച്ച് വിശ്വാസമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇത്രയും വലിയ റിസ്ക് എടുത്തത്. എത്ര വലിയ റിസ്ക് ആണ് അവരെടുത്തത്! ഈ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത, കാല് തറയെ കുത്താൻ പറ്റാത്ത, ചലിക്കാത്ത ഈ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഈ സഹോദരനെ കിടക്കയിൽ കിടത്തി ആ കട്ടിലെടുത്ത് ചുമ്മി അവനെ കൊണ്ടുവന്ന് സ്റ്റെപ്പ് കയറി മേളിൽ ചെന്ന് ഒരു വീടിന്റെ റൂഫ് പൊളിച്ച് 2 പേര് 2 സൈഡിലും അപ്പുറത്ത് 2 പേര് നിന്ന് കയറുകൊണ്ട് കെട്ടി അവനെ താഴെ ഇറക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അവർ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് അവന് വേണ്ടി ശേഷിപ്പിച്ച ആ 4 കൂട്ടുകാരിൽ, ആ 4 വ്യക്തികളിൽ ഉണ്ടായിരുന്ന ആത്മാർത്ഥത നമുക്ക് ഈ കാലഘട്ടത്തിൽ ആരിൽ കാണാൻ പറ്റുന്നുണ്ട്? അപ്പം മനസ്സിലാക്കണം, എല്ലാവരും നിങ്ങളെ മറന്നു കളഞ്ഞാലും, എല്ലാ സുഹൃത്തുക്കളും നിങ്ങളെ വിട്ടുപോയാലും, നിങ്ങളുടെ ജീവിത സാഹചര്യം നിമിത്തവും, നിങ്ങളുടെ തകർച്ചകൾ നിമിത്തവും, നിങ്ങളുടെ പ്രതിസന്ധികൾ നിമിത്തവും എല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയാലും, അങ്ങനെ എല്ലാവരും പോയാലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആരെയെങ്കിലുമൊക്കെ ശേഷിപ്പിക്കും. അവനിൽ വിശ്വാസമുള്ളവരെ ശേഷിപ്പിക്കും. തീർച്ചയായിട്ടും നമ്മുടെ അനുഭവമല്ലേ അത്? പലരും നമ്മളെ മറന്നു കളഞ്ഞപ്പോൾ, പലരും നമ്മളെ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വാസമുള്ള, പ്രാർത്ഥിക്കുന്ന, കർത്താവുമായിട്ട് ബന്ധമുള്ള ചില വ്യക്തികൾ ഫോൺ കോളുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ചില വ്യക്തികൾ നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ, സിസ്റ്ററെ, ഭാരപ്പെടണ്ട, മോനെ ഭാരപ്പെടണ്ട, സഹോദര ഭാരപ്പെടണ്ട, പാസ്റ്ററെ ഒട്ടും വിഷമിക്കേണ്ട, ഞങ്ങൾ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ചിലർ പറഞ്ഞു കാണത്തില്ല. നമ്മൾ പ്രതീക്ഷിച്ച പലരും അത് ചെയ്തു കാണത്തില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ശേഷിപ്പുകളെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവമാണ്. അത് അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഈ ഓൺലൈൻ സർവീസിൽ കാണുന്നുണ്ടെങ്കിൽ അവർ കർത്താവിനെന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഈ 4 കൂട്ടുകാരെ കർത്താവ് അവന് വേണ്ടി ശേഷിപ്പിച്ചു. ഞാൻ ഇങ്ങനെ പറയട്ടെ, God won't allow you to lose all your relationship. നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആരെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ആശ്വാസത്തിനായി, നിങ്ങളുടെ സമാധാനത്തിനായിട്ട് കർത്താവ് ഒരുക്കും. The Lord will send people to your life to pray for you and to help you. ആരെയെങ്കിലുമൊക്കെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളെ സഹായിക്കാനും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രത്യേക ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ COVID-19 കാലഘട്ടത്തിലൊക്കെ ഞാനും നിങ്ങൾ ഇത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ ഒരു ചിന്തയിൽ പറഞ്ഞാൽ പല വെല്ലുവിളികളെയും കാണുന്നില്ല. ഞാനങ്ങ് കൂടെ മരിച്ചു കളയുമെന്നൊന്നും പറഞ്ഞവരെ ഒന്നും നമ്മൾ കാണുന്നില്ല. ഞാനങ്ങ് നിങ്ങളെ അങ്ങ് എല്ലാം ആക്കി കളയുമെന്ന് പറഞ്ഞവരെ ഒന്നും കാണാൻ പോലും ഇല്ല. പക്ഷേ ഹല്ലേലൂയ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പ്രിയപ്പെട്ടവരുടെ ഫോൺ കോളുകൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പ്രിയപ്പെട്ടവരുടെ സഹായങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ഹല്ലേലൂയ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ, മനസ്സ് ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെ നമ്മളെ ഒന്ന് വിളിക്കും, ഈ ഒരു വിഷയത്തിൽ നമ്മളെ ഒന്ന് ബലപ്പെടുത്തും, നമ്മളെ ഒന്ന് ശക്തീകരിക്കും, അല്ലെങ്കിൽ അവർ നമുക്കൊരു തണുപ്പായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ച പലരും നമ്മളെ മൈൻഡ് പോലും ചെയ്യാതെ നമ്മളെ മറന്നു കളഞ്ഞ സാഹചര്യത്തിൽ നമ്മളെ മറന്നു കളയാത്തൊരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട്, നമ്മളെ ഉപേക്ഷിക്കാത്തൊരു യേശു നമുക്കുള്ളത് കൊണ്ട്, ആ സാഹചര്യത്തിന് നടുവിലും അബ്രഹാമിന്റെ വീട്ടിൽ ദൈവത്തിന്റെ ദൂതന്മാർ വന്നതുപോലെ നിങ്ങളുടെ വീട്ടിൽ ദൈവം ചിലരെ അയച്ചു. ചില ഫോൺ കോളുകളിലൂടെ ചിലരെ ദൈവം അയച്ചു, ചില മെസ്സേജുകളിലൂടെ ദൈവം അയച്ചു, ചില വീഡിയോ വചന ശുശ്രൂഷകളിലൂടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചിലരെ സെൻഡ് ചെയ്തു. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തളർന്നു കിടന്ന അവസ്ഥയിൽ നിന്ന്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തളർന്നു പോയ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നതിന് കാരണമായി തീർന്നു. അനുഭവിച്ചിട്ടുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെന്ന എൻ്റെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഒരു ശേഷിപ്പിനെ ദൈവം വെക്കും. എല്ലാ ബന്ധങ്ങളും തകർന്നു പോയാലും, എല്ലാ കൂട്ടുകാരും വിട്ടുപോയാലും, ചിലപ്പോൾ 4 പേരെ ദൈവം ഒരു റിമൈനിങ് ആയിട്ട്, ഒരു ശേഷിപ്പായിട്ട്, റെമനന്റ് ആയിട്ട് കർത്താവ് വയ്ക്കുവാനിടയാകും. അതാണ് ആ ഒരു ശേഷിപ്പിൽ നിന്നാണ് ഈ ഒരു തളർന്ന മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുന്നതിന്, സൗഖ്യമാകുന്നതിന് കാരണമായി തീർന്നത്. ബന്ധങ്ങളിലെ ശേഷിപ്പ്, ആ വിഷയത്തിൽ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ കർത്താവ് സംസാരിച്ച തിരുവെഴുത്തിൽ നിന്ന്
എന്നോട് ഇടപെട്ട ഭാഗങ്ങളുണ്ട്. നമുക്ക് വേഗം അവസാനിപ്പിക്കണമല്ലോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ അല്പം വൈകി, കുറച്ച് നീണ്ടുപോയി എന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ ഫോണിലും നിങ്ങളുടെ ലാപ്ടോപ്പിലും ഒക്കെയാണ് നിങ്ങളിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബന്ധങ്ങളിലെ ശേഷിപ്പിനകത്ത് വെളിപ്പെടുന്ന വിടുതലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 5-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഭാഗം ദയവായിട്ട് കർത്താവിന്റെ ദാസൻ എന്ന് വായിക്കാം. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തിരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാനിനുമായി എണ്ണി. അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗി ആയിരുന്നു. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തുനിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്നു തന്റെ യജമാനോട്, ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്തു തരാം എന്ന് അരാം രാജാവ് പറഞ്ഞു. മതി. താങ്ക് യു. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തിരം യഹോവ അരാമിന് വലിയ ജയം നൽകി. അപ്പൊ അരാം രാജാവിന്റെ ആർമിയിലെ ക്യാപ്റ്റൻ ആയിരുന്നു, ക്യാപ്റ്റൻ ഓഫ് ദി ഓസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ആ സിറിയയിലെ ഒരു ശക്തനായ മനുഷ്യൻ, ഗ്രേറ്റ് മാൻ ആയിരുന്നു. പ്രൈസ് ഗോഡ്. ഈ നയമാൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഈ നയമാനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പുള്ളി പരാക്രമശാലിയായിരുന്നു, വലിയ ഗ്രേറ്റ് പേഴ്സൺ ആയിരുന്നു. പക്ഷെ എന്താണ് പുള്ളിയുടെ പ്രശ്നം? പുള്ളി കുഷ്ഠരോഗിയായിരുന്നു. പുള്ളിയുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഈ നയമാൻ പോകുന്നിടത്തെല്ലാം ആ നയമാന് ദൈവം വിജയം കൊടുക്കുമായിരുന്നെങ്കിലും ആ അരാമ്യ രാജ്യത്തിന് അല്ലെങ്കിൽ ആ സിറിയയ്ക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഈ നയമാനെ ദൈവം നിർത്തിയിരുന്നുവെങ്കിലും തൻ്റെ ശരീരത്തിൽ തനിക്ക് മാറ്റുവാൻ കഴിയാത്ത, ആർക്കും സൗഖ്യം കൊടുക്കാൻ കഴിയാത്ത, ഒരു വൈദ്യശാസ്ത്രത്തിന് ഹെൽപ്പ് ചെയ്യാൻ കഴിയാത്ത കുഷ്ഠരോഗം തൻ്റെ ശരീരത്തിൽ ബാധിച്ചിരുന്നു. എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യമായ കാര്യം, ഇസ്രായേൽ ദേശത്ത് ശമരിയയിൽ ഒരു അഭിഷിക്തനുണ്ട്. ആ അഭിഷിക്തൻ പ്രാർത്ഥിച്ചാൽ ഒരു വിടുതൽ ഉണ്ടാകും. ആ അഭിഷിക്തൻ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ എലീശ പ്രാർത്ഥിച്ചാൽ ഒരു സൗഖ്യം ഉണ്ടാകും എന്ന് ബോധ്യമുള്ള ഒരു വേലക്കാരി പെൺകൊച്ച്, ഒരു കൊച്ചു പെൺകൊച്ച് ആ നയമാന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ ഭാഗം, കർത്താവിന്റെ ദാസൻ ആ ഭാഗം ഒന്ന് വായിക്കാമോ? ദയവായിട്ടൊന്ന് വായിച്ചേ. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവിടെ ആ നയമാന്റെ ഭാര്യയുടെ ശുശ്രൂഷ ചെയ്യുന്ന സെർവന്റിനെ, ആ വേലക്കാരി പെൺകൊച്ചിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ലിറ്റിൽ ഗേൾ എന്ന ഒരു കൊച്ചു പെൺകുട്ടി നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തിരുന്നു. ആ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വീട്ടുജോലിക്ക് നിന്നിരുന്ന കൊച്ചു പെൺകുട്ടി, ആ വീട്ടുവേലയ്ക്ക് നിന്നിരുന്ന കൊച്ചു പെൺകൊച്ച് ഇസ്രായേലുകാരിയായിരുന്നു. ഇസ്രായേലിൽ നിന്ന് അവർ കൊണ്ടുവന്നതാണ്. എന്നാൽ ആ പെൺകൊച്ചിന് ആരെ അറിയാമായിരുന്നു? ആ പെൺകൊച്ചിന് എലീശായെ അറിയാമായിരുന്നു. ആ പെൺകൊച്ച് ശരിക്കും എലീശായെ അറിയണമെന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് ബന്ധം ഉണ്ടാകണം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരാളെ കുറിച്ച് ഇപ്പൊ എലീശ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമെന്നും എലീശ പ്രാർത്ഥിച്ചാൽ വിടുതലാകുമെന്നും എലീശയുടെ മേളിൽ വലിയൊരു അഭിഷേകം ഉണ്ടെന്നും ഒക്കെ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ ഉറപ്പായിട്ടും എലീശ ആര് എന്ന് വ്യക്തിപരമായി അറിഞ്ഞ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള, എലീശയുടെ ശുശ്രൂഷയിൽ മിനിസ്ട്രിയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുന്നതായ ഒരു പെൺകൊച്ചാണ് ആ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നത്. ആ പെൺകൊച്ച്, ആ കൊച്ചു പെൺകുട്ടി നയമാന്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ ഭാഷ പറഞ്ഞ ആന്റി അല്ലെ അമ്മാമേ, എനിക്കൊരാളെ അറിയാം, ഇസ്രായേലിൽ എലീശ എന്ന ഒരു അഭിഷിക്തനുണ്ട്, ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ പ്രാർത്ഥിച്ചാൽ നമ്മുടെ യജമാനൻ സൗഖ്യം പ്രാപിക്കും, നമ്മുടെ യജമാനന് ഡെലിവറൻസ് ഉണ്ടാകും, വലിയ ദൈവപ്രവൃത്തി നമ്മുടെ യജമാന്റെ മേൽ നടക്കും, അദ്ദേഹം നല്ലൊരു അഭിഷിക്തനാണ്. അപ്പൊ ഒന്ന് ഓർത്തു നോക്കണം, നയമാൻ വലിയ മനുഷ്യനാണ്, സിറിയ എന്ന രാജ്യത്തിൽ വലിയ ശക്തമായ കാര്യങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, ആ സൈന്യാധിപതിയാണ്. ഹല്ലേലൂയ. അരാം എന്ന രാജ്യത്തിന് ഈ നയമാന്റെ കാഴ്ചപ്പാടുകളും പവറും നിമിത്തം വലിയ ജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ ശക്തനാണ്. പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പണമുണ്ട്, പ്രതാപമുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, കഴിവുകളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ആ വീട്ടിൽ വേലയ്ക്ക് നിന്ന, ആ വീട്ടിൽ ജോലിക്ക് നിന്ന, നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്ത ആ പെങ്കൊച്ച് കാരണമാണ്
ഈ വ്യക്തി ആ ഒരൊറ്റ ബന്ധ നിമിത്തമാണ് ഈ നയമാൻ എന്ന വലിയ പുള്ളി ഈ പെൺകൊച്ചു നിമിത്തം ദൈവത്തെ കണ്ടെത്തുന്നു, സൗഖ്യമുണ്ടാകുന്നു. നിങ്ങൾ ഈ കാര്യത്തെ ചെറുതായി കാണരുത്. എപ്പോഴും ബന്ധങ്ങൾക്കകത്തൊരു ശേഷിപ്പുണ്ടാകും. നയമാൻ ഒരുപാട് പേരോട് ബന്ധമുണ്ട്, അല്ലേ? അദ്ദേഹം ഒരു സൈന്യാധിപനാണ്, രാജ്യത്തിലെ പ്രഥമ മനുഷ്യനാണ്, ഒരു ക്യാപ്റ്റനാണ്, വലിയ മനുഷ്യനാ. അപ്പൊ രാജ്യത്തിലെ എല്ലാ ആൾക്കാരുമായിട്ട് ഇദ്ദേഹം കണക്റ്റഡാ. ഒത്തിരി ബന്ധങ്ങൾ ഇദ്ദേഹത്തിനുണ്ടെങ്കിലും തൻ്റെ സൗഖ്യത്തിന് വേണ്ടി, തൻ്റെ ജീവിതത്തിന്റെ വിടുതലിന് വേണ്ടി ഒരു ചെറിയ ശേഷിപ്പ്, ഒരു കൊച്ചു പെൺകൊച്ചിനെ, ആ വീട്ടിൽ ജോലിക്ക് കൊണ്ടുവന്ന ഒരു കൊച്ചു പെൺകൊച്ചിനെ ദൈവം അവിടെ ശേഷിപ്പിച്ചിരുന്നു. ദൈവം എത്ര വിശ്വസന! ദൈവത്തിന്റെ റൂട്ടുകൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുക ആ വലിയ പുള്ളിയിൽ നിന്നായിരിക്കും ഒരുപക്ഷെ നമുക്കൊരു നന്മ വരുന്നത്. അല്ലെ, അങ്ങനെയൊന്നുമല്ല. ആരും കർത്താവിനെ ട്യൂഷൻ എടുക്കാൻ പോവല്ലേ, ആരും ദൈവത്തിന് വഴി പറഞ്ഞു കൊടുക്കാൻ പോവല്ലേ. നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വഴികൾ. ദൈവം ഏത് റൂട്ടിലൂടെ കയറി വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന വേലക്കാരിയായ പെങ്കൊച്ച് എലീഷ എന്ന ശക്തനായ അഭിഷിക്തനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജിജി 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ നയമാനിൽ സംഭവിച്ച ഡെലിവറൻസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് വായിക്കാമോ? അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെ ആയി. അവൻ ശുദ്ധനായി തീർന്നു. പിന്നെ അവൻ തന്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങി വന്ന് അവന്റെ മുമ്പാകെ നിന്നു. ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആകയാൽ അടിയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. ആ 15-ാം വാക്യത്തിൽ നിൽക്കണമേ പ്രിയപ്പെട്ടവരെ. 14-15 വാക്യങ്ങളിൽ ഞാൻ അതിനകത്തുനിന്ന് 1-2 കാര്യങ്ങൾ ഇന്ന് ഈ ഓൺലൈൻ സർവീസ് കാണുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളോട് പറയാം. ഒരു സൈന്യത്തിന്റെ സൈന്യാധിപന് ഒത്തിരി ബന്ധങ്ങളുണ്ടെങ്കിലും ദൈവമായിട്ട് ബന്ധമുള്ള ഒരു കൊച്ചു പെങ്കൊച്ചിനെ, ഒരു ശേഷിപ്പിനെ ആ വീട്ടിൽ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. തൻ്റെ ജീവിതത്തിലെ സൗഖ്യത്തിനും വിടുതലിനും വഴിത്തിരിവിനും ആ കൊച്ചു പെൺകുട്ടി കാരണമായി. ഇനി ആ കൊച്ചു പെൺകുട്ടിയെ മാത്രം നമ്മൾ പുകഴ്ത്തിയിട്ടൊന്നും കാര്യമില്ല, നല്ല കാര്യം തന്നെ. പക്ഷെ നയമാന്റെ മനസ്സും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. നയമാന്റെ ഭാര്യയുടെ മനസ്സ്. ഒരു വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്ന ഒരു ജോലിക്കാരിയായിട്ടുള്ള ഒരു കൊച്ചു പെൺകുട്ടി പിടിച്ചോണ്ട് വന്നതാ, ഇസ്രായേലിൽ നിന്ന് അടിമയാക്കി കൊണ്ടുവന്നതാ. ആ കൊച്ചു പെൺകുട്ടി ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പം, ഒരു ദൈവദാസനെ കുറിച്ച് പറഞ്ഞപ്പം നമ്മുടെയൊക്കെ ആൾക്കാരാണെങ്കിൽ എത്രത്തോളം അത് എടുക്കും? നിങ്ങൾ വലിയൊരു പദവിയിൽ ഇരിക്കുന്ന ആളാ, ഒരു രാജ്യത്തിലെ പ്രഥമ വ്യക്തിയായിട്ടിരിക്കുന്ന വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാ, ഇഷ്ടം പോലെ കാശുണ്ട്, വലിയ സൈന്യാധിപനാണ്, വലിയ മനുഷ്യനാണ്. ഇതൊന്നും ഇല്ലാഞ്ഞ്, ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ട് വൈകിട്ട് എന്നാ കഴിക്കുമോ എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നവൻ പോലും ദൈവത്തെ അംഗീകരിക്കുന്നില്ല. സ്തോത്രം. നാളെ അഷ്ടിക്ക് വകയില്ലാത്തവനും എഴുന്നേറ്റ് കിടക്കാൻ നേരെ നിൽക്കാൻ മേല, എന്നാലും അവൻ അംഗീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒരു രാജ്യത്തിലെ സൈന്യാധിപൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പെങ്കൊച്ച്, ഒരു കൊച്ചു പെങ്കൊച്ച്, അടിമയായി പിടിച്ചുകൊണ്ട് വന്ന ഒരു കൊച്ചു പെൺകൊച്ച് പറഞ്ഞു, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു അഭിഷിക്തൻ ഇസ്രായേലിലുണ്ട്. ആ അഭിഷിക്തൻ എലീശയാണ്, പുള്ളി പ്രാർത്ഥിച്ചാൽ സൗഖ്യം ഉണ്ടാകും. ദയവായിട്ട് സാറും മാഡവും കൂടെ ഒന്ന് പോയി പുള്ളി ഒന്ന് കാണണം, അല്ലെ സാറിനെ അങ്ങോട്ടൊന്ന് സെൻഡ് ചെയ്യണം എന്ന് പറയുമ്പം, നീ നിന്റെ പണി നോക്ക് കൊച്ചേ, നീ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന കൊച്ചു, നീ നിന്റെ കാര്യം നോക്ക്, ദൈവത്തെക്കുറിച്ച് പറയുന്നു, അഭിഷിക്തന്മാരെല്ലാം കള്ളന്മാര് എന്ന് പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെ പറയുന്നവൻ എല്ലാ നാളും കുഷ്ഠരോഗിയായി തുടരും. അങ്ങനെ ചിന്തിക്കുന്നവൻ എല്ലാ നാളും ആ അവസ്ഥയിൽ തുടരും. പക്ഷെ ജീവിതത്തിന്റെ വഴിത്തിരിവിന് കാരണമായി തീരുന്നത് പലപ്പോഴും നമുക്ക് ചില വ്യക്തികളിലൂടെ ലഭിക്കുന്നതായ മാർഗനിർദ്ദേശങ്ങളാണ്. ടൈറ്റാനിക് എന്ന് പറയുന്ന വലിയ കപ്പൽ, ആ വലിയ കപ്പൽ ഞങ്ങളെ ആർക്കും തകർക്കുവാൻ കഴിയത്തില്ല എന്നുള്ള അഹങ്കാരത്തോടു കൂടെ യാത്ര ആരംഭിച്ച വലിയ കപ്പൽ, ആ കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് വർഷങ്ങളായി എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ, ഒരു ക്യാപ്റ്റൻ, അദ്ദേഹത്തിന് ആ ഷിപ്പിന്റെ ക്യാപ്റ്റന് ഒരു നിർദ്ദേശം കൊടുത്തു. നിങ്ങളിപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ വലിയ മഞ്ഞുമലകളുണ്ട്, നിങ്ങൾ ആ റൂട്ട് എടുക്കരുത്, ഒരു കാരണവശാലും ആ റൂട്ടിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യരുതെന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ, സ്തോത്രം, നിങ്ങൾ ആരായത് ഞങ്ങളോട് പറയാൻ? ഞങ്ങളുടെ ഷിപ്പിനെ തകർക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല,
അത്ര ഏറിയ മെറ്റൽ കൊണ്ടാണ് ഞങ്ങളുടെ ഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അത്ര അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഈ ഷിപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ ഷിപ്പ് ലോകത്തിലില്ല. ഇതിനെ ഒരു മഞ്ഞുമലയ്ക്കും തകർക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് പോലും ഇതിനെ തകർക്കാൻ പറ്റില്ല എന്നുള്ള അഹങ്കാരത്തോടുകൂടെ ആ ലഭിക്കപ്പെട്ട നിർദ്ദേശങ്ങളെ, ആ ലഭിക്കപ്പെട്ട ആ ചെറിയ സന്ദേശം, നിങ്ങൾ പോകുന്ന റൂട്ടിൽ, നിങ്ങളിപ്പോൾ നാവിഗേറ്റ് ചെയ്യുന്ന റൂട്ടിലേക്ക് നിങ്ങൾ പോകരുത്, അവിടെ അപകടമുണ്ടെന്ന് പറഞ്ഞ വാക്കിനെ അവഗണിച്ചത് കൊണ്ടാണ് ടൈറ്റാനിക് എന്ന കപ്പൽ തകർന്നു പോകുന്നതിന് കാരണമായി തീരുന്നത്. ഒരു സത്യമായ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന, ജോലിക്ക് നിൽക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരി ആയിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ ഒരു ട്രാക്റ്റുമായിട്ട് വന്നൊരു ഉപദേശിയായിരിക്കാം, അല്ലെ വഴിയിലൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ പുറമേ നോക്കുമ്പോൾ വലിയ രസമൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കാം നിങ്ങളുടെ കണ്ണുകളിൽ, നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ. പക്ഷേ ദൈവത്തിന് ആ വ്യക്തി വിലപ്പെട്ടതായിരിക്കും, ദൈവത്തിന് ആ വ്യക്തി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു നിർദ്ദേശം തന്നാൽ, എന്തെങ്കിലും ഒരു വചനം തന്നാൽ, ഏതെങ്കിലും ഒരു ദൂത് പറഞ്ഞാൽ, നാട്ടുകാർ പറയുന്നതും കേട്ട്, ലോകം പറയുന്നതും കേട്ട്, ദൈവകൃപയിൽ നിന്ന് വിട്ടുപോവുകയും പറയുന്നതും കേട്ട്, അസൂയക്കാരൻ പറയുന്ന കേട്ട്, അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിമാര് പറയുന്ന കേട്ട് നമ്മൾ അതിനെ നമ്മുടെ ലാംഗ്വേജിൽ കൊണ്ടുവന്ന്, നമ്മുടെ ചിന്തയിൽ കൊണ്ടുവന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നവരാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാതെ ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെങ്കൊച്ചു പറഞ്ഞു, ഇസ്രായേലിൽ ദൈവത്തിന്റെ ഒരു അഭിഷിക്തനുണ്ട്, ഒരു എലീശയുണ്ട്, അവിടെ സാറ് ചെന്ന് പ്രാർത്ഥിച്ചാൽ സാറിന് സൗഖ്യമുണ്ടാകുമെന്ന് പറഞ്ഞ വാക്കിനെ പദവി കൊണ്ടും തൻ്റെ ഇടം കൊണ്ടും ബുദ്ധി കൊണ്ടും ഞാൻ ഏതാണ്ട് സംഭവമാണ് എന്ന ചിന്ത കൊണ്ടും അവഗണിക്കാതിരുന്ന നയമാന്റെ ഭാര്യയാണ് ബുദ്ധിമതിയായ ഭാര്യ. നയമാന്റെ ഭാര്യയാണ് ഏറ്റവും കഴിവുള്ള ഭാര്യ. അതുകൊണ്ട് ഒരു കൊച്ചിനെ പോലെ ശരീരമുള്ള, ഹല്ലേലൂയ, നല്ലൊരു ചെറുപ്പക്കാരനെ പോലെ രൂപാന്തരപ്പെട്ട നല്ലൊരു ഭർത്താവിനെ പിന്നത്തേതിൽ നയമാന്റെ ഭാര്യയ്ക്ക് ലഭിക്കുവാനിടയായി. സഹോദരിമാരെ, നിങ്ങളുടെ ചിന്ത അങ്ങനെയാകട്ടെ. പരിഹാസികളായി തീരാതെ, പൂച്ഛിക്കുന്നവരാകാതെ, ദൈവത്തെയും തന്റെ ദാസന്മാരെയും ദൈവത്തിന്റെ വചനത്തെയും വില കുറച്ച് കണ്ട് നിങ്ങളുടെ ജീവിതം ഒട്ടും വിലയില്ലാതായി തീരാതെ, നിങ്ങൾ വിലയുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം തരുന്ന സന്ദേശങ്ങളെ അവഗണിക്കാത്തവരായി തീരട്ടെ എന്ന് ഈ ഞായറാഴ്ച കർത്താവ് നിങ്ങളോട് ഈ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. നയമാൻ എന്തു ചെയ്തു? ഈ വാക്ക് കേട്ട് അവിടെ ചെന്നു. 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ആ ദൈവപുരുഷന്റെ വചനപ്രകാരം നയമാൻ വലിയ പുള്ളിയാ, നയമാൻ വലിയ ക്യാപ്റ്റനാ. പക്ഷെ ഒരു ദൈവത്തിന്റെ അഭിഷിക്തന്റെ വാക്കിന്റെ മുമ്പിൽ വിധേയപ്പെടുന്ന, ശ്രേഷ്ഠ അധികാരത്തിന് മുമ്പിൽ വിധേയപ്പെടുന്ന ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റനെ, ഒരു ആർമി ലീഡറിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോർദാനിൽ 7 പ്രാവശ്യം എലീശ പറഞ്ഞു, 7 പ്രാവശ്യം മുങ്ങണമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. 7 പ്രാവശ്യം യോർദാന്റെ നദിയിൽ മുങ്ങി. 7 പറഞ്ഞത് 6 ആക്കിയില്ല, 5 ആക്കിയില്ല, 2 ആക്കിയില്ല. പ്രൈസ് ഗോഡ്. 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു, 7 പ്രാവശ്യം മുങ്ങി. എഴുന്നേറ്റ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ദേഹം ഒരു ചെറിയ ബാലന്റെ ദേഹം പോലെയായി. അവൻ ശുദ്ധനായി തീർന്നു. ഹല്ലേലൂയ. ആ വീട്ടിൽ അങ്ങനൊരു വേലക്കാരിയെ, അങ്ങനൊരു കൊച്ചു പെൺകൊച്ചിനെ ദൈവം ശേഷിപ്പിച്ചിരുന്നത് കൊണ്ട് 15-ാം വാക്യത്തിൽ എന്താ സംഭവിച്ചത് നിങ്ങളെ നോക്കി. ആ ശേഷിപ്പിനകത്തുനിന്ന് ആ മനുഷ്യൻ സകല പരിഭാരവുമായി വന്ന് ദൈവപുരുഷന്റെ അടുക്കൽ വന്നിട്ട് അവന്റെ മുമ്പാകെ നിന്നു. ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിലെങ്ങും ദൈവമില്ല എന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. ഇസ്രായേലിൽ ജീവനുള്ളൊരു ദൈവമുണ്ട്, വേറെ ഒന്നും അല്ല. ഈ യഹോവയാണ്, ഈ എലോഹീമാണ്, ഈ അഡോനായി ആണ്, ഈ എൽഷദായി ആണ് യഥാർത്ഥ ദൈവമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ആ മനുഷ്യൻ. ഹല്ലേലൂയ. ഒരു സൈന്യം മുഴുവൻ അത് വിശ്വസിച്ചു, ഒരു രാജ്യം മുഴുവൻ യഹോവയെ വിശ്വസിച്ചു. അരാം രാജ്യം മുഴുവൻ ഇത് കണ്ടിട്ട് യഹോവയെ മഹത്വപ്പെടുത്തി. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ പിറകിലെ കാരണക്കാരി ആരാണ്? വലിയ കഴിവുള്ള ഒരു വ്യക്തിയല്ല, ഒരു കൊച്ചു വേലയ്ക്ക് നിന്ന പെങ്കൊച്ചാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് പറയാൻ മടിക്കല്ലേ, ദൈവവചനം പറയാൻ മടിക്കല്ലേ. ദൈവത്തിന്റെ അഭിഷിക്തന്മാരെയും ദൈവ അഭിഷേകം ചെയ്ത പ്രവാചകന്മാരെയും ദൈവത്തിന്റെ ദാസന്മാരെയും വില കുറച്ച് കാണല്ലേ. പരിഹാസിയുടെ കൂടെ കൂടി നീയും പരിഹസിച്ച് പരാജയപ്പെടല്ലേ. കർത്താവിന് വേണ്ടി, തൻ്റെ രാജ്യത്തിന് വേണ്ടി, തൻ്റെ മഹത്വത്തിന് വേണ്ടി ഒരു പുതിയ സൃഷ്ടിയായി ഈ നയമാനെ പോലെ രൂപാന്തരപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നീ നിമിത്തം സ്വർഗത്തിൽ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളിലെ ശേഷിപ്പ് കണ്ടോ ദൈവദാസന്മാരെ? ആ 4 കൂട്ടുകാരെ ദൈവം ആ തളർന്ന മനുഷ്യന് വേണ്ടി ശേഷിപ്പിച്ചു. തളർന്നു കിടക്കുന്ന മനുഷ്യനെ വിട്ട് എല്ലാവരും പോയി, ആരും അധികം സഹായിക്കാൻ കാണത്തില്ല. ആ 4 കൂട്ടുകാരെ നിമിത്തമാണ് ആ മനുഷ്യനൊരു പുതിയ ജീവിതം ഉണ്ടായത്.
വീട്ടുവേലയ്ക്ക് നിന്ന ഒരു വേലക്കാരി നിമിത്തമാണ് നയമാൻ എന്ന് പറയുന്ന മനുഷ്യന് ഒരു പുതിയ ലൈഫ് ഉണ്ടായത്, തൻ്റെ അപമാനങ്ങൾ മാറ്റപ്പെട്ടത്. അപ്പം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം എടുത്ത് കളയില്ല പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിടുതലിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ശേഷിപ്പിക്കും. എൻ്റെ ഭാഷയിൽ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എത്ര പേര് അതിന് ഈ ലൈവ് ചാറ്റിൽ ഒരു ആമീൻ ടൈപ്പ് ചെയ്യുമെന്ന് അറിയത്തില്ല. ആരെയെങ്കിലും ഒക്കെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കും. ഇന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? അതിന് ആമീൻ പറയുമ്പോൾ എൻ്റെ പൊന്നു ഭാഷ, എൻ്റെ പൊന്നു ബ്രദറെ, എൻ്റെ സ്വർഗത്തിലെ കർത്താവ് എന്തെങ്കിലും ഒരു ശേഷിപ്പ് എനിക്ക് വേണ്ടി ഒരുക്കും. എൻ്റെ അന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, എൻ്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ശേഷിപ്പ് ഏതെങ്കിലും ബന്ധങ്ങളിൽ എൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കി തരും. അതെ, ബന്ധങ്ങളിലെ ശേഷിപ്പ്. രണ്ടാമതായിട്ട്, സമയപരിമിതികൾ കൊണ്ട് ഞാൻ വേഗം പോകുന്നു. രണ്ടാമതായിട്ട്, സൗഖ്യത്തിനായി ശേഷിപ്പിച്ച ആരോഗ്യം, സൗഖ്യത്തിനായി ഉള്ള ശേഷിപ്പ്. ഹെൽത്ത് സെറ്റ് എ പാർട്ട് ആസ് എ റെമനന്റ് ഫോർ എ മിറക്കുലസ് ഹീലിംഗ് ടു ഹാപ്പൻ. ഒരു അത്ഭുത സൗഖ്യം, ഒരു അത്ഭുതകരമായ വിടുതൽ ജീവിതത്തിൽ ഉണ്ടാകാനായി സൗഖ്യത്തിനായി ശേഷിപ്പിക്കുന്നതായ ആരോഗ്യം. അതിനു വേണ്ടിയിട്ട് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. സൗഖ്യത്തിനായി ശേഷിപ്പിച്ച ആരോഗ്യം. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായ പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. വാത്സല്യ ദൈവത്തിന്റെ ജനമേ, നമുക്ക് അറിയാം 12 സംവത്സരമായിട്ട്, 12 വർഷമായിട്ട് ബ്ലീഡിംഗ് ഇഷ്യൂ ഉള്ളതായ, രക്തസ്രവമുള്ളതായ ഒരു സ്ത്രീ, ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അത് 1-2 ദിവസങ്ങളല്ല, 12 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ആ സഹോദരി അനുഭവിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച്, തനിക്ക് കാണാൻ കഴിയുന്ന എല്ലാ വൈദ്യന്മാരെയും ഈ സഹോദരി കണ്ടു. പോകാൻ കഴിയുന്ന എല്ലായിടത്തും അവൾ പോയി. തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചു, എല്ലാം വിറ്റ് ചികിത്സിച്ചു. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പണവും സമ്പാദ്യവും എല്ലാം ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി നഷ്ടപ്പെട്ടു. എല്ലാം ട്രീറ്റ്മെന്റ് ചെയ്തു പോയി. എന്നിട്ടും അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അപ്പൊ അവളുടെ ജീവിതത്തിലെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലീഡിംഗ് ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലീഡിങ്. അത് 12 വർഷമായിട്ട് നിൽക്കുകയാണ്. മനസ്സിലാക്കുക, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ബ്ലഡ് കൊടുക്കാനൊക്കെ പോകുന്ന സമയത്ത്, നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ബ്ലഡ് 2 കുപ്പി അല്ലെങ്കിൽ 1 കുപ്പി ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അവരൊരു ജ്യൂസ് തരും. എന്നിട്ട് എഴുന്നേറ്റ് ഇരിക്കുമ്പം നമ്മളോട് നേഴ്സ് ചോദിക്കും, അല്ലെങ്കിൽ ആ സിസ്റ്റർ ചോദിക്കും, പാസ്റ്ററെ ബ്രദറെ തല വല്ലതും കറങ്ങുന്നുണ്ടോ, കുഴപ്പം വല്ലതും ഉണ്ടോ? കുഴപ്പമില്ല. എന്നാൽ ഈ ജ്യൂസ് കുടിച്ചിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേക്കണ്ട, പതുക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് എഴുന്നേറ്റ്. കാരണം 1 കുപ്പി ബ്ലഡ് പോയപ്പോൾ തന്നെ ടയർഡായി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ 12 വർഷമായിട്ട് ഒരു ശരീരത്തിനകത്തുനിന്ന് കണ്ടിന്യൂസ്ലി ബ്ലീഡിങ് ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കണം. അതിന്റെ ഗുരുതരമായ പ്രയാസം എന്നാണെന്ന് ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്താണ് സ്വാഭാവികമായി സംഭവിക്കേണ്ടത്? എനർജി മുഴുവൻ നഷ്ടപ്പെടും, അല്ലെ? എഴുന്നേറ്റ് നടക്കാൻ പറ്റുകയില്ല. 2 കുപ്പി ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, പതുക്കെ എഴുന്നേക്കുക, ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ട് പോവുക, തല കറങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ബ്ലഡ് മുഴുവൻ വാർന്നു പോകുന്ന ഈ സഹോദരിയെ സംബന്ധിച്ച് അവർക്ക് ആരോഗ്യം കംപ്ലീറ്റ് നഷ്ടപ്പെടേണ്ടതാണ്. 2, എനർജി എന്ന് പറയുന്ന ഒരു സാധനം ശരീരത്തിൽ കാണേണ്ടതല്ല. പക്ഷെ നിങ്ങൾ ഓർക്കണം, യേശുവിന്റെ വർത്തമാനം കേട്ടിട്ട് ഈ പുരുഷാരത്തിന്റെ ഇടയിലൂടെ പോയി അവന്റെ വസ്ത്രത്തിൽ തൊടാനുള്ള എനർജി അവളിൽ ദൈവം ശേഷിപ്പിച്ചു. ആ എനർജി അവളിൽ ശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ശേഷിപ്പ് അവളിൽ ഇല്ലായിരുന്നെങ്കിൽ, ഒരു കാരണവശാലും അവൾക്ക് സൗഖ്യം ഉണ്ടാകത്തില്ല, അവളിൽ ഒരു ഹീലിംഗ് ഉണ്ടാകത്തില്ല. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്,
സർവശക്തനാകുന്ന ദൈവം അവളുടെ സൗഖ്യത്തിനായി, അവളുടെ വിടുതലിനായി അല്പമാരോഗ്യം ആ കർത്താവിന്റെ അടുക്കൽ ഈ പുരുഷാരത്തെ ഒക്കെ വകഞ്ഞു മാറ്റി ആരും കാണാതെ ആ തറയിലൂടെ ഒക്കെ വന്ന് കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊടാനുള്ള എനർജി ദൈവം അവളിൽ ശേഷിപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും ശാരീരികമായ രോഗങ്ങളാൽ നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മരണപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ട് നാളുകൾ കഴിഞ്ഞു, ഈ രോഗനിമിത്തം നിങ്ങൾ ജീവിച്ചിരിക്കില്ലെന്ന് ഒരുപക്ഷെ ലോകം വിധി എഴുതി കാണും. ഈ ഒരു പ്രയാസ നിമിത്തം അധികം നാൾ മുമ്പോട്ട് പോകാൻ പറ്റുകയില്ലെന്നൊക്കെ നിങ്ങളുടെ ചിന്തയിൽ കാണും. പക്ഷെ അതിൻ്റെ നടുവിലും ഇപ്പോഴും നിങ്ങൾ ആയുസോടിരിക്കുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അല്പമെങ്കിലും എനർജി ഉള്ളവരായിട്ട് നിങ്ങൾ ഇരിക്കുന്നു. ഞാൻ ആ വ്യക്തിയെ നോക്കി, ആ സഹോദരനെ, ആ സഹോദരിയെ, ആ കുഞ്ഞിനെ, ആ കുടുംബത്തെ നോക്കി ഈ ഭാഗത്തുനിന്ന് വ്യക്തമാകട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഈ ഒരു ആരോഗ്യം, ഈ ഒരു എനർജി, ഈ ഒരു ആയുസ് ദൈവം ശേഷിപ്പിച്ച് വെച്ചിരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുന്നത് ഒരു അത്ഭുത സാക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പരീക്ഷകളെയും എല്ലാ ടെസ്റ്റുകളെയും എൻ്റെ ദൈവത്തിന് ടെസ്റ്റ് മണിയാക്കി തീർക്കാനായി കഴിയും. എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ സഹോദര, സഹോദരി? എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ? ഈ 12 വർഷം രക്തസ്രാവമുള്ള ഈ സഹോദരിയുടെ ജീവിതത്തിൽ അല്പമായ ഒരു എനർജി, ഒരു ആരോഗ്യം കർത്താവിൻ്റെ അടുക്കൽ വരാനായിട്ട് എൻ്റെ സ്വർഗത്തിലെ ദൈവം ശേഷിപ്പിച്ചിരുന്നു. എന്തിനാ 12 വർഷം ബ്ലീഡിങ് ആകുന്നേ? സ്തോത്രം. ഞാൻ പറഞ്ഞതുപോലെ ഒരു ലിറ്റർ ബ്ലഡ് ശരീരത്തിൽ നിന്ന് പോയാൽ തന്നെ എഴുന്നേക്കാൻ പറ്റുകയില്ല പലർക്കും. ഹല്ലേലൂയ. പക്ഷെ അതിൻ്റെ നടുവിൽ ഇത്രയും വർഷങ്ങളായിട്ട് വസ്തുവും വീടും എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഭയപരവശയായി തീർന്നിട്ടും കർത്താവിൻ്റെ വാർത്ത കേട്ട് യേശു ഉണ്ടെന്ന് മനസ്സിലാക്കി പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ നടന്നു നീങ്ങി ആ വലിയ ക്രൗഡിനെയൊക്കെ തള്ളി മാറ്റി അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിൽ തൊടാനുള്ള ആരോഗ്യം കർത്താവ് അവളിൽ ശേഷിപ്പിച്ചിരുന്നു എന്ന് വേണം നമുക്കിതിൽ നിന്ന് അനുമാനിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, എല്ലാം ഒന്നും കർത്താവ് എടുത്ത് കളയില്ല. ഈ സന്ദേശം കേൾക്കുന്നവരോട് വീണ്ടും ഇന്നത്തെ തീം, ഇന്നത്തെ സന്ദേശത്തിന്റെ ടൈറ്റിൽ ഞാൻ വീണ്ടും ആവർത്തിക്കാം. എന്തെങ്കിലും ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടോ, അതിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും. എന്തെങ്കിലും ജീവിതത്തിൽ ബാക്കി നിൽക്കുന്നുണ്ടോ, അതിനകത്ത് ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. സ്തോത്രം. നമുക്ക് അങ്ങനെ മറ്റൊരു സംഭവം കാണാം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. മർക്കോസ് 9:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യെസ്. അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണ് നുരച്ചുരുണ്ടു. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ, ചെറുപ്പം മുതൽ തന്നെ അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ മറുരൂപമലയിൽ, മൗണ്ട് ടാബോറിൽ യേശു കർത്താവും 3 ശിഷ്യന്മാരും, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ബാക്കി 9 പേരെ താഴെ നിർത്തി 3 ശിഷ്യന്മാരുമായിട്ട് യേശു ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിപ്പോയി. അവിടെ നമുക്കറിയാം സംഭവിച്ചത്. മോശയും ഏലിയാവും പ്രത്യക്ഷമായി. യേശു കർത്താവിന്റെ വസ്ത്രം ഒരലക്കുകാരനെ വെളുപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ വെണ്മയുള്ളതായി. ഈ സംഭവം കഴിഞ്ഞ് യേശു ആ പർവ്വതത്തിൽ നിന്ന് ഈ 3 ശിഷ്യന്മാരുമായി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ ഭയങ്കര ഒരു ഡിസ്കഷൻ നടക്കുന്ന കണ്ടു. അവിടെ എന്തോ ഒരു വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്, ബഹളമൊക്കെ കേട്ടു. അപ്പൊ അടുക്കലോട്ട് ചെന്നപ്പം ഒരപ്പൻ ഓടി വന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ കുഞ്ഞിന് ഒരു വലിയ പ്രശ്നമുണ്ട്. അത് ഈ താഴെ നിന്ന 9 ശിഷ്യന്മാർ ഇവരോട് പറഞ്ഞു സൗഖ്യപ്പെടുത്താൻ. നിന്റെ കൂടെ നടക്കുന്നവരല്ലേ. പക്ഷെ ഈ 9 പേർക്കും അവരെ സൗഖ്യപ്പെടുത്തുവാൻ, സുഖമാക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. നിന്നാൽ കഴിയുമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ പറഞ്ഞു. അപ്പോഴാണ് യേശു പറഞ്ഞത്, എന്നാൽ കഴിയുമെന്നോ? വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്ന് പറഞ്ഞു. 21-ാമത്തെ വാക്യത്തിൽ വരുമ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യേശു കർത്താവ് ചോദിക്കുകയാണ്, ഇത് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചു. അപ്പൊ ഉടനെ അവൻ്റെ അപ്പൻ മറുപടി പറയാണ്, ചെറുപ്പം മുതലേ, കൊച്ചു പ്രായം മുതലേ ഇവൻ ഈ പ്രശ്നമുണ്ട്. എന്താണ് അവന്റെ പ്രശ്നം? ഒരു അശുദ്ധാത്മാവ് അവനിലുണ്ട്. അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. അപ്പൊ കൊച്ചു പ്രായം മുതലേ, ചെറുപ്രായം മുതലേ ഇവനിൽ ഈ ദുരാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ അശുദ്ധാത്മാവ് ഈ കൊച്ചു പ്രായം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവ തീ ഉള്ളിടത്ത് നിൽക്കുമ്പോൾ ഇവനെ അതിനകത്തോട്ട് തള്ളിയിടും.
വെള്ളത്തിന്റെ അടുത്തോട്ട് പോകുമ്പോൾ ഇവനെ വലിച്ചഴച്ചുകൊണ്ട് പോയി വലിയ നിലയില്ലാത്ത വെള്ളത്തിലേക്ക് അവനെ തള്ളിയിടാൻ ശ്രമിക്കും. പല സമയങ്ങളിലും തീയിലും വെള്ളത്തിലും ഇവനെ തള്ളിയിടാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, തീ എന്ന് പറയുന്നത് പൊള്ളുന്ന അവസ്ഥയാണ്, ചൂടിന്റെ അനുഭവമാണ്. അശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? പൊള്ളിക്കുന്നു. ചൂടേറിയ അനുഭവങ്ങളിൽ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നു. പലപ്പോഴും പിശാചിന്റെ തന്ത്രം ഇതാ. ഇന്നത് കണ്ടോണ്ടിരിക്കുമ്പം നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ പ്രയാസം, വേദന, അസ്വസ്ഥത ഉളവാക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങളെ തള്ളിയിടാനായിട്ട്, വലിച്ചിഴയ്ക്കാനായിട്ട് പിശാച് ശ്രമിക്കുന്നു. വെള്ളത്തിൽ തള്ളിയിടുക, നിലയില്ലാത്ത വെള്ളത്തിൽ തള്ളിയിടുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വീഴുന്നവന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവന് ശ്വാസം മുട്ടും, സഫോക്കേഷൻ ഉണ്ടാകും. വലിയ ശ്വാസം മുട്ടൽ ഉണ്ടാക്കിക്കുക, സഫോക്കേറ്റഡ് ആക്കുക, വീർപ്പ് മുട്ടിക്കുക. ഇന്ന് അങ്ങനെ ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ? ഭയങ്കരമായ എന്താ കാരണമെന്നൊന്നും അറിയത്തില്ല, എന്തോ ഭയങ്കര മനോവേദനയിലൂടെ, ഭയങ്കര മനപ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോന്നു. ഞാനങ്ങ് ആകെ അസ്വസ്ഥമായിരിക്കുന്നു, എന്നെ അങ്ങ് സഫോക്കേറ്റ് ചെയ്യുകയാണ്, എനിക്കങ്ങ് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എനിക്ക് ശ്വാസം മുട്ടുകയാണ്. ആ നിലയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ ആ അശുദ്ധാത്മ ശക്തികൾ നിങ്ങളെ വിട്ടുപോകട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. അത് ഡീമണിക് വർക്കാണ്, അത് അശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ആ നിലയിൽ ഈ കുട്ടിയുടെ മേളിൽ, ഈ ചെറുപ്പക്കാരന്റെ മേളിൽ, ഈ കുഞ്ഞിന്റെ മേളിൽ ചെറുപ്രായം മുതലേ സംഭവിക്കുന്നതായി പിതാവ് പറഞ്ഞു. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളോട്. കൊച്ചുപ്രായം മുതലേ ഇവനെ തീയിൽ തള്ളിയിടാൻ ശ്രമിക്കുന്നു, വെള്ളത്തിൽ തള്ളിയിടാൻ ശ്രമിക്കുന്നു, ഇവനെ കൊന്നുകളയാൻ നോക്കുന്നു, പിശാച് ഇവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവന് പ്രതിസന്ധികളൊന്നും സംഭവിക്കാതെ, അവന്റെ ശരീരം പൊള്ളലേൽക്കാതെ, അവന്റെ ജീവിതം തകർന്നു പോകാതെ അവന്റെ ലൈഫിനെ ദൈവം ശേഷിപ്പിച്ചു. അവന്റെ ജീവിതത്തെ ദൈവം ശേഷിപ്പിച്ചു. പിശാചിനെ കൊന്നുകളയാനായിരുന്നു അവനെ എന്നേ കൊന്നുകളയായിരുന്നു, പിശാചിനെ തീർക്കാനായിരുന്നു അവനെ എന്നേ തീർത്തുകളായിരുന്നു. അതാ അപ്പൻ പറഞ്ഞത്, പലപ്പോഴും പിശാച് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അവനൊന്നും പറ്റിയില്ല ഇതുവരെ. ആ കർത്താവിന്റെ അടുക്കൽ നിൽക്കുന്ന ആ മൂവ്മെന്റ് വരെ പിശാചിന് അവനെ തീർത്തു കളയാൻ പറ്റിയില്ല. ഞാൻ ഉറപ്പായും പറയുന്നു, സാത്താന് അവനെ തീർത്തു കളയാൻ പറ്റാത്തതിന്റെ കാരണം, അവന്റെ ആയുസ്സിനെ ദൈവം ശേഷിപ്പിച്ചതിന്റെ കാരണം, യേശുവിന്റെ കരത്താൽ അവനൊരു വിടുതൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. യേശുവിന്റെ കരത്താൽ അവനിൽ ഒരു അത്ഭുതം നടക്കാൻ വേണ്ടിയാണ്, അവനെ ഒരു സാക്ഷിയാക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആയുസ്സിനെ എന്നേ നിങ്ങളെ തീർത്തു കളയാൻ പിശാച് പല പദ്ധതികൾ ഒരുക്കിയിരുന്നു. ഇല്ലെന്ന് പറയാൻ കഴിയുമോ? നിങ്ങളുടെ ആയുസ്സിനോട് പോരാടിയില്ലേ? നിങ്ങളുടെ ജീവിതത്തോട് പോരാടിയില്ലേ? നിങ്ങളുടെ ആയുസ്സിനെ ഇല്ലാതെയാക്കുവാൻ, നിന്നെ രോഗക്കിടക്കയിലാക്കുവാൻ എത്രയോ ശ്രമങ്ങൾ പിശാച് ശ്രമിച്ചു കാണും. പക്ഷെ ഇന്നും കർത്താവ് ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നെങ്കിൽ അവരെ നോക്കി പറയുന്നു, നിങ്ങളെക്കുറിച്ച് എൻ്റെ യേശുവിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇല്ലായ്മയാക്കുവാൻ, അവരുടെ ജീവിതങ്ങളെ തകർത്ത് കളയുവാൻ, അവരുടെ ഭാവിയെ നശിപ്പിച്ചു കളയുവാൻ പിശാച് പല ശ്രമങ്ങൾ നടത്തിയിട്ടും ഇന്നും ആ കുഞ്ഞുങ്ങൾ, ആ കുട്ടികൾ ദൈവകൃപയിൽ നിൽക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് യേശുവിനൊരു പദ്ധതിയുണ്ട്. അവരെ കർത്താവിന് തൻ്റെ രാജ്യത്തിൽ സാക്ഷിയാക്കാനുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം ശേഷിപ്പിക്കുമെന്നേ, എന്തെങ്കിലും ഒരു ശേഷിപ്പ് കർത്താവ് വയ്ക്കുമെന്നേ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട് എന്ന് പൗലോസ് പറയുന്നു. നമ്മെക്കുറിച്ച്, രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച്, തൻ്റെ ജനത്തെക്കുറിച്ച് ആ നിലകളിൽ കർത്താവ് സൗഖ്യത്തിനായി ശേഷിപ്പിക്കുന്ന ആരോഗ്യമുണ്ട്. സ്തോത്രം. ജീവിതത്തിന്റെ വിടുതലിനായി ശേഷിപ്പിക്കുന്ന ബന്ധങ്ങളുണ്ട്. ദൈവം ഒരു ശേഷിപ്പിനെ എല്ലാ കാലത്തും നമുക്ക് വേണ്ടി ഒരുക്കുന്നു. ഇപ്പൊ മക്കള് 4 പേര് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ 3 പേരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 4 മക്കളിൽ ഏതെങ്കിലും 3 എണ്ണം ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷയോടെ വന്നെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും സ്നേഹമുള്ളതായിരിക്കും. ഏതെങ്കിലും മരുമക്കളിൽ, മരുമക്കൾ എന്ന് പറയുന്ന വാക്ക് ഒരുപക്ഷെ തെറ്റായിരിക്കാം. മക്കളെ പോലെ കാണണമെന്നാണ് ഞാൻ പഠിപ്പിക്കാറുള്ളത് മരുമക്കളെയും. സ്തോത്രം. അതിനകത്ത് ആരെങ്കിലുമൊക്കെ മോശമായിരിക്കാം, നിങ്ങളുടെ മക്കളിലെ ആരെങ്കിലുമൊക്കെ വഴിതെറ്റിപ്പോയിരിക്കാം. പക്ഷെ എല്ലാം പോവുകയല്ല. ഒരു മോനെയെങ്കിലും, ഒരു മോളെയെങ്കിലും നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി, നിങ്ങളുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ദൈവം ശേഷിപ്പിക്കും. നിങ്ങളുടെ ബന്ധുക്കാരെല്ലാവരും നിങ്ങൾക്ക് എതിരാണെങ്കിലും അതിനകത്ത് ആരെയെങ്കിലും ഒക്കെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, നിങ്ങളുടെ കൂടെ നിൽക്കാൻ, ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ ദൈവം ശേഷിപ്പിക്കും. ഹല്ലേലൂയ. എല്ലാം ദൈവം എടുത്ത് കളയത്തില്ല പ്രിയപ്പെട്ടവരെ. ഇയ്യോബിന്റെ വിഷയത്തിൽ ജിജി പാസ്റ്റർ നമ്മൾ കാണുന്നത് അതാണ്. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യഹോവ സാത്താനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യഹോവ സാത്താനോട്, ഇതാ ഇവൻ നിന്റെ കയ്യിലിരിക്കുന്നു, പക്ഷെ അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. സാത്താനോട് ദൈവം പറയുകയാണ്, ഇയ്യോബിനെ നീ പരീക്ഷിച്ചോ, നീ അവനെ ടെസ്റ്റ് ചെയ്തോ, പക്ഷെ അവന്റെ പ്രാണനെ തൊടരുത്, അവന്റെ പ്രാണനെ ശേഷിപ്പിക്കണം. ആ പ്രാണനെ നീ തൊട്ട് കളിക്കരുത്. നമുക്കറിയാം, ഇയ്യോബിന്റെ ആടുമാടുകൾ പോയി, മൃഗസമ്പത്തുകൾ പോയി, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, രോഗം ശരീരത്തിൽ പിടിവിട്ടു. പക്ഷെ ഇയ്യോബ് കടന്നുപോയ സാഹചര്യമൊക്കെ വായിച്ചാൽ
സ്റ്റോറി പോലെ വായിക്കുന്ന, ഒരു കഥ പോലെ വായിക്കുന്നവർക്ക് വായിച്ചിരിക്കാൻ രസമാണ്. പക്ഷെ അതൊക്കെ ഒന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു വന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ആർക്ക് പറ്റും? പറ്റുകയില്ല. യോബിന്റെ ഭാര്യ തന്നെ യോബിനോട് പറഞ്ഞു, ഇനിയും ഈ ദൈവത്തെയും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഈ ശരീരം ഓട്ട് കഷ്ണം എടുത്തു വെച്ച് ഈ വ്രണം ചുരണ്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആരായിരുന്നു മനുഷ്യ? നിങ്ങൾ എത്ര ശക്തനായിരുന്നു? നിങ്ങൾ എത്ര പ്രമാണിയായിരുന്നു? നിങ്ങൾ എത്ര പണമുള്ള മനുഷ്യനായിരുന്നു? നിങ്ങളൊരു പ്രഭു അല്ലായിരുന്നു ഈ ദേശത്തെ? ദൈവം എല്ലാം എടുത്ത് കളഞ്ഞില്ലേ? ഇനി ഈ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈ ദൈവത്തെ തള്ളി പറഞ്ഞ് നിങ്ങൾ പോയി അങ്ങ് സൂയിസൈഡ് ചെയ്യൂ, മരിച്ചു കളയൂ എന്ന് യോബിന്റെ ഭാര്യ യോബിനോട് പറഞ്ഞു. നമ്മളൊരു കഴിഞ്ഞ ദിവസം അത് പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ അത് കേട്ടു. ആ സാഹചര്യം പോലും യോബിനുണ്ടായി. അത്ര ക്രിട്ടിക്കലായിരുന്നു തൻ്റെ സിറ്റുവേഷൻ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആടുമാടുകൾ പോയി, മൃഗസമ്പത്തുകൾ പോയി, ശരീരത്തിന് ആരോഗ്യം നഷ്ടപ്പെട്ടു, സ്കിന്നിനകത്ത് സോറിയാസിസ് പോലുള്ള രോഗമുണ്ടായി, വലിയ പ്രതിസന്ധികളിലൂടെ താൻ കടന്നുപോയി. പക്ഷേ അവന്റെ പ്രാണനെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. ആ പ്രാണനെ ദൈവം ശേഷിപ്പിച്ചത് കൊണ്ട് യോബിന്റെ പുസ്തകം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്നാ എഴുതിയിരിക്കുന്നത്? യോബിന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികമായി, ഇരട്ടിയായി ദൈവം അവനെ അനുഗ്രഹിച്ചു. അവനുള്ളതെല്ലാം ദൈവം വർദ്ധിപ്പിച്ചു. അവന്റെ രോഗങ്ങൾ സൗഖ്യപ്പെട്ടു, മൃഗസമ്പത്തുകൾ മടങ്ങി വന്നു. എല്ലാ ഭൗതിക ആത്മീക അനുഗ്രഹങ്ങളും 100 മടങ്ങായി യോബിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്താ കാരണം? എല്ലാം നഷ്ടപ്പെട്ടിട്ടും യോബിന്റെ ജീവനെ ദൈവം ശേഷിപ്പിച്ചത് കൊണ്ട്. God will not allow you to lose everything. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കായി എന്തെങ്കിലും ശേഷിപ്പിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിനെ ദൈവം ശേഷിപ്പിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിൽ നിന്നും ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാനിടയായിത്തീരും. ഒന്നാമതായി നമ്മൾ കേട്ടത് ബന്ധങ്ങളിലെ ശേഷിപ്പിനെ കുറിച്ചാണ്. രണ്ടാമതായി നാം കേട്ടത് നമ്മുടെ സൗഖ്യത്തിനായി ദൈവം വയ്ക്കുന്ന ആരോഗ്യത്തിന്റെ ശേഷിപ്പിനെ കുറിച്ചാണ്. മൂന്നാമത്തെ ഭാഗവും നാലാമത്തെ ഭാഗവും പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കുന്നു. മൂന്നാമതായി നമുക്ക് ഭക്ഷിക്കാനും ജീവിക്കാനും ദൈവം ഒരു ശേഷിപ്പ് വയ്ക്കും. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ മൂന്നാമത്തെ പോയിന്റ്. എല്ലാരെയും ശക്തീകരിക്കുന്നതാണ്. കാരണം എപ്പോഴും ഈ ഭൗതിക വിഷയം പറയുമ്പോഴാ ആൾക്കാർക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാകുന്നത്. എന്നാൽ ഞാൻ ഇതിനകത്തൊരു ഭൗതിക വിഷയം മാത്രമല്ല ഉൾപ്പെടുത്തുന്നത്. ഞാൻ ഇതിൻ്റെ ഒടുവിലേക്ക്, ഈ സന്ദേശത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമുക്ക് ഭക്ഷിക്കാനും നമുക്ക് ജീവിക്കാനും ദൈവം എപ്പോഴും ഒരു ശേഷിപ്പ് വയ്ക്കും. ഞാൻ ആ വിഷയമായിട്ട് ചിന്തിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. ഹല്ലേലൂയ. ദയവായിട്ട് ആ ഭാഗം വായിക്കുന്നു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനു വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. സരഫത്തിലെ വിധവ നമുക്കറിയാം. ഏലിയാവ് ആ വിധവയുടെ വീട്ടിൽ അവളുടെ അടുക്കൽ ചെല്ലുന്നതിന്റെ ചെന്ന ദിവസത്തിന്റെ അന്ന് രാത്രിയിൽ ഏലിയാവ് ചെന്നില്ലായിരുന്നെങ്കിൽ, ഒരു ദൈവപ്രവൃത്തി അവിടെ നടന്നില്ലായിരുന്നെങ്കിൽ, ആ സ്ത്രീ തന്നെ ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിനൊരു അപ്പം ഉണ്ടാക്കി കൊടുത്ത്, ഒരടയുണ്ടാക്കി കൊടുത്ത്, ഞങ്ങൾ 2 പേരും ഇന്ന് രാത്രി മരിക്കാനിരിക്കുകയാണെന്നാണ് പ്രവാചകനോട് ആ സ്ത്രീ പറഞ്ഞത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏലിയാവ് അവളോട് പറയുന്നുണ്ട്, എനിക്ക് കഴിക്കുവാൻ 2 അട ഉണ്ടാക്കി കൊണ്ടുവരാൻ. അപ്പൊ ഉടനെ 12-ാം വാക്യത്തിൽ പറയാണ്, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല. അപ്പൊ അവളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. 2 വിറക് പെറുക്കുന്നു, ജീവിതത്തിൽ എല്ലാം തകർന്നിരിക്കുന്നു, രാത്രിയിൽ കൊച്ചിന്റെ കൂടെ സൂയിസൈഡ് ചെയ്യാനിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ സഹോദരി ദൈവപുരുഷനാകുന്ന, ദൈവത്തിന്റെ അഭിഷിക്തനാകുന്ന ഏലിയാവിനോട് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 1 പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും ശേഷിക്കുന്നുണ്ട്. അത്രയുണ്ട്. അപ്പം ഞാൻ പറയട്ടെ, സൂയിസൈഡിങ്ങിന്റെ വക്കിലാ നിൽക്കുന്നെങ്കിലും ഒരു ചെറിയ ശേഷിപ്പ് ദൈവം വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ശേഷിപ്പ് അവളുടെ കൈവശം ദൈവം കൊടുത്തിരിക്കുന്നു. 1 പിടി മാവും അല്പം എണ്ണയും. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ അത് പ്രവാചകന് അപ്പമുണ്ടാക്കി അടയുണ്ടാക്കി കൊടുത്തു. ആ കാരണം കൊണ്ട്
അവളുടെ വിശ്വാസ നിമിത്തവും ദൈവത്തിന്റെ നീതിയാലും ആ സഹോദരിയുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടായി. 14-ാം വാക്യത്തിൽ യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ തീർന്നു പോകുകയില്ലെന്ന് ഏലിയാവ് അവളോട് പറയുന്നു. അങ്ങനെ തന്നെ അത് സംഭവിക്കുന്നു. എന്നാൽ എലീശയുടെ കാലഘട്ടം വരുന്ന സമയത്ത് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ മറ്റൊരു സംഭവം കാണാം. ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്നെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങളെ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. ഇനി ഈ സർവീസ് ശ്രദ്ധയോടെ കാണുന്ന കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, സരഫത്തിലെ വിധവയുടെ ഭവനത്തിൽ എന്തൊക്കെ സാധനങ്ങളാണ് വർദ്ധിച്ചത്? എണ്ണ മാത്രമാണോ? അല്ല, മാവും എണ്ണയും വർദ്ധിച്ചു, കുറഞ്ഞു പോയില്ല. എല്ലാ ദിവസവും മാവും എണ്ണയുണ്ടായി. എന്നാൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തിയുടെ ആ പ്രവാചക ശിഷ്യന്റെ ഭവനത്തിൽ എന്താണ് എലീശ വർദ്ധിപ്പിച്ചത്? 1 ഭരണി എണ്ണ, അല്ലെ? അവിടെ എന്താണ് നിലനിർത്തിയത്? എന്തുകൊണ്ടാണ് അവൾ ഉപജീവനം കഴിച്ചത്? എണ്ണ കൊണ്ട്. അപ്പം സരഫത്തിലെ വിധവയുടെ വീട്ടിൽ മാവും എണ്ണയും ഉണ്ടായതിന്റെ കാരണം ശേഷിപ്പ് മാവും എണ്ണയായിരുന്നു. എന്നാൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരുടെ വീട്ടിൽ, ആ ഭാര്യയുടെ വീട്ടിൽ, ആ ഭവനത്തിൽ മാവുണ്ടായില്ല, എണ്ണ മാത്രമേ ഉണ്ടായുള്ളൂ. കാരണം അവിടെ ശേഷിപ്പുണ്ടായിരുന്നത് എണ്ണ മാത്രമായിരുന്നു. എപ്പോഴും ആ ശേഷിപ്പിനകത്തുനിന്നാണ് ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നത്. ആ ശേഷിപ്പിനെയാണ് ദൈവം തനിക്കൊരു പ്രവൃത്തിക്കായി മാറ്റുന്നത്, രൂപാന്തരപ്പെടുത്തുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു സത്യമെന്ന് പറയുന്നത്, വാസ്തവമായ കാര്യമെന്ന് പറയുന്നത്, തകർന്നു നിൽക്കുന്ന, തരിപ്പണമായി നിൽക്കുന്ന ആ സഹോദരി, അവൾ ഏലിയാവ് എന്ന പ്രവാചകനോട് പറയുന്നു, എൻ്റെ കയ്യിൽ 1 തുരുത്തിയിൽ എണ്ണയും 1 പിടി മാവും മാത്രമേ ഉള്ളൂ. ആ ഒരു ശേഷിപ്പ് എൻ്റെ കയ്യിലുള്ളൂ. പക്ഷെ നിങ്ങൾ കണ്ടോ, ആ ഒബീഡിയൻസിന്റെ മുൻപിൽ, ആ ഫിസിക്കൽ ഒബീഡിയൻസിന്റെ മുൻപിൽ, ആ വിശ്വാസത്തിന്റെ മുൻപിൽ അവളുടെ മാവും അവളുടെ എണ്ണയും, ആ ശേഷിപ്പിനകത്ത് ഒരു അത്ഭുതം കർത്താവ് ചെയ്തു. പ്രവാചക ശിഷ്യന്മാരുടെ ആ ഭാര്യമാരിൽ ഒരുത്തിയുടെ ആ ഭവനത്തിനകത്ത് എണ്ണയായിരുന്നു ശേഷിച്ചിരുന്നത്. ആ ശേഷിപ്പിലാണ് ദൈവം പ്രവർത്തിച്ചത്. അവിടെയാണ് ഒരു അത്ഭുതം നടന്നത്. ഇനി അതിശക്തമേറിയ ഒരു ചിന്ത, ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഭാഗത്ത് നിന്ന്. ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എലീശ എന്ന പ്രവാചകന്റെ ശവകുടീരത്തിൽ, തന്നെ അടക്കം ചെയ്തിരുന്ന സ്ഥലത്ത് തന്റെ അസ്ഥിയിൽ തട്ടി ഒരു അത്ഭുതകരമായ മിറക്കിൾ നടക്കുന്നത് അവിടെ കാണുന്നു. വായിച്ചേ. എന്നാൽ എലീശ മരിച്ചു, അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേ ആണ്ടിൽ മോവാബ്യരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ എലീശാവിന്റെ കല്ലറയിൽ ഇട്ടു. അവൻ അതിൽ വീണ് എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു. ഈ ഭാഗം എന്തിനാ ഞാൻ വായിപ്പിച്ചെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു, അല്ലെങ്കിൽ ആ സന്ദേശം നിങ്ങൾക്ക് തരുന്നു. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ 17-ാമത്തെ അധ്യായത്തിലാണ് ഏലിയാവിന്റെ എൻട്രി. എന്നാൽ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട് എന്ന് പറഞ്ഞുകൊണ്ട് 17-ാം അധ്യായത്തിലാണ് ഏലിയാവിന്റെ രംഗപ്രവേശനം. ആ 17-ാം അധ്യായം തുടങ്ങി 1 രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ അവസാനിക്കുന്ന സമയം വരെ ഏലിയാവിന്റെ ശുശ്രൂഷയിലൂടെ മേജറായ 8 മിറക്കിളുകൾ നടന്നിട്ടുണ്ട്, 8 അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെ? അപ്പം 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് ഏലിയാവിന്റെ പുതപ്പ് എലീശായുടെ മേൽ വീഴുന്നു. ഏലിയാവിന്റെ ഇരട്ടി പങ്ക്, ഇരട്ടി അഭിഷേകം, ഡബിൾ പോർഷൻ എലീശ പ്രാപിക്കുന്നു. എലീശ പ്രയോജനപ്പെടാൻ തുടങ്ങുന്നു. അപ്പൊ ഏലിയാവ് ചെയ്തതിന്റെ ഡബിൾ ചെയ്യണം എലീശ. അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. കാരണം വാഗ്ദത്വം അങ്ങനെയാണ്, അങ്ങനെ തന്നെ നടക്കണം. അപ്പൊ ഏലിയാവ് 8 മിറക്കിളുകൾ തന്റെ ശുശ്രൂഷയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ
ഡബിൾ പോർഷൻ അനോയിന്റിങ്, അതിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ച എലീശയിലൂടെ 16 അത്ഭുതങ്ങൾ നടക്കണം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, ഇപ്പൊ സമയമുള്ള സമയമാണല്ലോ, പലർക്ക് സമയമുണ്ട് ഇപ്പൊ ഇഷ്ടം പോലെ, വീട്ടില് ഇരുന്നിട്ട് ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം എലീശ ചെയ്ത മിറക്കിളുകൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ എലീശ മരണപ്പെടുന്നതിന് മുമ്പ് ജീപ്പാസ് വായിച്ച 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള ഭാഗങ്ങളിൽ എലീശയിലൂടെ നടന്ന 15 മിറക്കിളുകൾ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എഴുതി വെക്കാം അവിടെ. 15 മിറക്കിളുകൾ, അത്ഭുതകരമേറിയ വിടുതലുകൾ തന്റെ ശുശ്രൂഷയിലൂടെ എലീശയുടെ കാലഘട്ടം നടന്നു. പക്ഷെ 15 മിറക്കിളുകൾക്ക് ശേഷം എലീശ മരിച്ചു. പക്ഷേ വാഗ്ദത്ത പ്രകാരം ഏലിയാവിന്റെ മേളിൽ നിന്ന് ഡബിൾ പോർഷൻ പ്രാപിച്ച ആള്, പുള്ളിയിലൂടെ എത്ര മിറക്കിൾ നടക്കണം? 16 നടക്കണം. പക്ഷെ 15-ൽ പുള്ളി കഴിഞ്ഞു, മരണപ്പെട്ടു, അടക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫെലിസ്ത്യനെ അടക്കാനായിട്ട് ആ കല്ലറ കൊണ്ടുവന്നു, ഒരു മനുഷ്യനെ അടക്കം ചെയ്യാൻ കൊണ്ടുവന്നു. അപ്പം ആ അടക്കം ചെയ്യാൻ കൊണ്ടുവരുന്ന സമയത്ത് ഫെലിസ്ത്യർ എന്തിനു വന്നു? യുദ്ധത്തിന് വന്നു, വഴക്കുണ്ടാക്കാൻ വന്നു. ആ സമയത്ത് അവർ ആ ഡെഡ് ബോഡി വലിച്ചെറിഞ്ഞിട്ട് ഓടിക്കളഞ്ഞു. ഈ ശവശരീരം, ഈ ഭൗതിക ശരീരം പോയി വീണത് എവിടെയാണെന്നറിയാമോ? ഏലീശയുടെ കല്ലറയിലാണ്. അത് ഏലീശയുടെ കല്ലറയ്ക്കകത്ത് പോയി തട്ടിയിട്ട് അസ്ഥികളിൽ തൊട്ടപ്പം ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റ് നിന്നു ഈ മരണപ്പെട്ട മനുഷ്യൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം 13-21 അത് എഴുതിയിട്ടുണ്ട്. ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റ് നിന്നു. ഇതിനാൽ എത്ര മിറക്കിളായി? ഇപ്പൊ എത്രയായി? 16 ആയോ? ഇപ്പൊ കറക്റ്റായിട്ട് ഡബിൾ പോർഷൻ കൃത്യമായല്ലോ. ഏലിയാവ് 8 മിറക്കിളുകൾ ചെയ്തു, ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടു. ഏലീശയുടെ കാലഘട്ടത്ത് 16 അത്ഭുതം നടക്കണം, 15 എണ്ണം ചെയ്ത് പുള്ളി മരിച്ചു. പക്ഷെ ആ 16-ാമത്തെ മിറക്കിൾ നടന്നത് ഈ സംഭവത്തിലൂടെയാണ്. ഞാൻ ചോദിക്കട്ടെ, എലീശ മരിച്ച് അടക്കപ്പെട്ട് തൻ്റെ അസ്ഥികളിൽ ടച്ച് ചെയ്ത് ആ മനുഷ്യൻ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു. അത് ദൈവം ചെയ്ത പ്രവൃത്തി തന്നെയാണ്. ദൈവം ആ വാഗ്ദത്വത്തെ നിറവേറ്റിയതാണ്. പക്ഷെ അതിനു വേണ്ടി ദൈവം എന്തു ശേഷിപ്പിച്ചു? ദൈവം അതിനു വേണ്ടി ആ വാഗ്ദത്തം നിറവേറ്റാൻ എലീശയുടെ അസ്ഥിയെ ശേഷിപ്പിച്ചു. ആ പ്രോമിസ് നടക്കാൻ വേണ്ടി ആ ബോൺസിനെ ശേഷിപ്പിച്ചു. ഓ ഹല്ലേലൂയ! ഞാനതാ പറഞ്ഞത് കുഞ്ഞുങ്ങളെ, നയമാന്റെ വിഷയത്തില് വേലക്കാരിയിലൂടെയാണ് പുള്ളിക്ക് വഴിത്തിരിവുണ്ടായത്. എലീശയുടെ കാലഘട്ടത്തിൽ എലീശയുടെ മേലുള്ള പ്രോമിസുകൾ കംപ്ലീറ്റ് ചെയ്യാൻ തൻ്റെ ആ അസ്ഥി, ആ ബോണിനകത്താണ് ദൈവശക്തി വ്യാപരിച്ചത്. അപ്പൊ വാഗ്ദത്തം ദൈവത്തിന് നിറവേറ്റാൻ ദൈവം എന്തുവാ അവശേഷിപ്പിക്കുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒരു കാര്യം എഴുതി വെച്ചോ, കർത്താവ് പറഞ്ഞത് കർത്താവ് ചെയ്തിരിക്കും. ദൈവം വാഗ്ദത്തം ചെയ്തതിനെ ദൈവം ചെയ്തിരിക്കും. അതിന് ദൈവം ഏത് റൂട്ടാ എടുക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷെ ആ റൂട്ടിൽ ദൈവം വന്നിരിക്കും. ആ റൂട്ടിൽ കർത്താവ് വന്നിരിക്കും. ആ റൂട്ടിൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. എലീശയുടെ മേളിൽ ആ ഡബിൾ പോർഷൻ ഇമ്പാർട്ടേഷൻ നടന്നത് കംപ്ലീറ്റ് ആകാൻ പുള്ളി മരണപ്പെട്ട് കഴിഞ്ഞു. കൊല്ലങ്ങൾ കഴിഞ്ഞ് പുള്ളിയെ അടക്കിയ സെമിത്തേരിയിൽ വേറൊരുത്തനെ കൊണ്ടുവന്ന് അപ്പോൾ യുദ്ധത്തിന് വേണ്ടി ആൾക്കാർ വരുന്നു, ബോഡി വലിച്ചെറിയുന്നു. വേറെ ഒരു കല്ലറയിലും പോയി വീഴാതെ കൃത്യമായിട്ട് ഈ ശവശരീരം, ഈ മരണപ്പെട്ട മനുഷ്യൻ എലീശയുടെ കല്ലറയ്ക്കകത്ത് പോയി വീഴുന്നു. അസ്ഥി തട്ടി നിവർന്ന് നിൽക്കാന്നൊക്കെ പറയുന്നത് തമ്പുരാന്റെ റൂട്ടാണ്. തമ്പുരാന്റെ റൂട്ടാണ്. ദൈവം ആ വാഗ്ദത്ത നിവർത്തീകരണത്തിന് ഒരു അസ്ഥിയെ ശേഷിപ്പിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല എനിക്കറിയത്തില്ല. ഏറ്റെടുക്കുന്നെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, കർത്താവിന് നിങ്ങളിലുമുണ്ട് ഇങ്ങനെ ചില ശേഷിപ്പുകൾ. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളിലൂടെ ആയിരിക്കാം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. ഇത് ഏറ്റെടുക്കുന്നുണ്ടോ? ഒത്തിരി കരഞ്ഞ അപ്പന്മാർ, അമ്മമാർ എന്നെ കേൾക്കുന്നുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ കരിയത്തും പുകയത്തും ഒക്കെ നിന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഉള്ള ആഹാരം ശ്രേഷ്ഠമായി കൊടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വളർത്തിയ അപ്പനമ്മമാർ എന്നെ കേൾക്കുന്നുണ്ട്. അവരെന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതമോ ഇങ്ങനെയായി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്കിലും രക്ഷപ്പെടണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്കിലും അനുഗ്രഹിക്കപ്പെടണം. പക്ഷെ കുഞ്ഞുങ്ങളുടെ പഠനം, അവരുടെ മുമ്പോട്ടുള്ള ഭാവിയൊക്കെ കാണുമ്പം ഈ അപ്പൻ്റെ അമ്മയുടെ മനസ്സിൽ വലിയ ആശങ്ക നിൽക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ച ആ ലക്ഷ്യസ്ഥാനത്ത് അവരെത്തുമോ? എൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് എൻ്റെ മകൻ വരുമോ? എൻ്റെ മകൾ വരുമോ? എൻ്റെ ഭവനമായി തീരുമോ എന്ന് ചിന്തിക്കുമ്പോൾ
ഈ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, സഹോദര സഹോദരി, മാതാവേ പിതാവേ, നിന്റെ തലയെ ദൈവത്തിന് ഉയർത്തിപ്പിടിക്കാൻ, ദേശത്തിൽ നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ ദൈവത്തിന് നിന്നെ മാനിക്കാൻ, നിന്റെ കൊച്ചുങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ദൈവം അതിശക്തനാക്കി ശക്തിയാക്കി മാറ്റും കേട്ടോ. ദൈവം ഒരു ശേഷിപ്പിനെ വെക്കും. ഇത് വ്യക്തിപരമായ എൻ്റെ അനുഭവമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എൻ്റെ ഭവനത്തിൻ്റെ അനുഭവം ഞാൻ പ്രസംഗിക്കുന്നത്. ഇത് അനവധി പേരുടെ അനുഭവമാണ്. ജോസഫ് നിമിത്തം മിസ്രൈമിന്റെ വീടിനെ ദൈവം അനുഗ്രഹിച്ചു. ഇശായിയുടെ വീട്ടിൽ സാമുവേൽ അഭിഷേകം ചെയ്യുവാൻ ഇസ്രായേലിന്റെ രാജാവിനെ തിരഞ്ഞെടുക്കാനായി വരുമ്പോൾ ഇശായി തൻ്റെ മക്കളെ എല്ലാം പിടിച്ചു നിർത്തി. എന്നിട്ട് സാമുവേൽ ചോദിക്കുന്നു, ദൈവത്തിൻ്റെ ഒരു നിയോഗം എനിക്ക് കിട്ടുന്നില്ല, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടോ? വേറെ മക്കളും വല്ലതും നിങ്ങൾക്കുണ്ടോ? ഏറ്റവും ഒടുവിൽ പറയാൻ നിവൃത്തിയില്ലാതെ വന്നപ്പം പറഞ്ഞു, ഒരുത്തനുണ്ട് കാട്ടിൽ, അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അമ്മ ഇടയ്ക്ക് കയറുന്നത്, ഇശായുടെ ഭാര്യ ഇടയ്ക്ക് കയറുന്നത് നമ്മൾ കാണുന്നില്ല. ഇശായുടെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ പറയായിരുന്നു, അയ്യോ എൻ്റെ ദാവീദ് മോനുണ്ട് കേട്ടോ, അവൻ കാട്ടിലാ എന്ന് ഇശായുടെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ പറയായിരുന്നു. ഇശായ്ക്ക് വേണേൽ പറയായിരുന്നു, സുന്ദരനും കോമളരൂപിയുമായ ഒരു മകൻ എനിക്കുണ്ട് കേട്ടോ, എൻ്റെ ഒരു ഇളയ കുഞ്ഞ് എനിക്കുണ്ട് കേട്ടോ എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. ഇശായ അത് പറഞ്ഞില്ല. അമ്മ ഇടയ്ക്ക് കയറിയില്ല. പക്ഷെ ദാവീദ് സങ്കീർത്തനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, പക്ഷേ എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചില്ല, എൻ്റെ ദൈവം എന്നെ മറന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എങ്ങനെ പാടാതിരിക്കും ദാവീദ്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. യഹോവ എൻ്റെ ഇടയനായിരിക്കുമ്പോൾ പച്ചയായ പുൽപ്പുറം എനിക്കുണ്ടാകാതിരിക്കില്ല, സ്വസ്ഥതയുള്ള വെള്ളം എനിക്കുണ്ടാകാതിരിക്കില്ല, എൻ്റെ പ്രാണന് തണുപ്പുണ്ടാകാതിരിക്കില്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ചാലും, എല്ലാവരും നിങ്ങളെ മറന്നാലും, എല്ലാവരും നിങ്ങളെ കളഞ്ഞാലും, ഒരു അനുഗ്രഹത്തിനായി, ഒരു വിടുതലിനായി, ഒരു നന്മയ്ക്കായി, ഒരു മാന്യതയ്ക്കായി എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ശേഷിപ്പിക്കും, കർത്താവ് മാറ്റിവെക്കും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏലീശായുടെ മേലുള്ള വാഗ്ദത്തം നിറവേറ്റുവാൻ അവന്റെ അസ്ഥികളെ ശേഷിപ്പിച്ച ദൈവത്തെയാണ്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോകാൻ വന്നപ്പോൾ, ജീവിതം തകർന്ന് തരിപ്പണമായപ്പോൾ അവളുടെ ജീവിതത്തിന് വിടുതലുണ്ടാകുവാൻ അവളുടെ ഭവനത്തിൽ അല്പം എണ്ണയെ ദൈവം ശേഷിപ്പിച്ചതാണ്. സാരാപത്തിലെ വിധവയുടെ ഭവനത്തിൽ അന്ന് രാത്രിയിൽ ആത്മഹത്യ ചെയ്യാനിരുന്ന ആ കുടുംബത്തെ ദൈവത്തിന് നേടിയെടുക്കുവാൻ, ദൈവത്തിന്റെ മഹത്വത്തിനായി ആ കുടുംബത്തെ രക്ഷിക്കുവാൻ ദൈവം അവിടെ ശേഷിപ്പിച്ചത് ഒരു പിടി മാവും അല്പം തുരുത്തിയിൽ അല്പം എണ്ണയുമാണ്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം ശേഷിപ്പിന്റെ ദൈവമാണ്. വീണ്ടും ഇന്നത്തെ സന്ദേശത്തിന്റെ തീം, ദൈവം എന്നോട് സംസാരിച്ച തീം ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. എന്തെങ്കിലും ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടോ, അതിൽ ദൈവം ഒരത്ഭുതം ചെയ്യും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കലത്തിലെ മാവ്, കലശത്തിലെ എണ്ണ എന്നൊക്കെ പറയുന്നത് ഭക്ഷണ സാധനമാണ്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഭക്ഷിക്കാനും ജീവിക്കാനും ദൈവം ഒരു ശേഷിപ്പ് വെക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ഒത്തിരി സംഭവങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ പുരുഷാരത്തെക്കുറിച്ച് യേശു കർത്താവ് പറയുന്നുണ്ട്, ഈ ജനം പട്ടിണിയാണ്, ഇവർ 3 നാളുകളായി എൻ്റെ കൂടെ പാർക്കുന്നു, അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. ഈ ജനം വഴിയിൽ വെച്ച് തളർന്നു പോകും. പക്ഷെ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കും, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ഉടനെ ശിഷ്യന്മാർ പറയുന്നു, 7 അപ്പവും കുറെ ചെറുമീനുമുണ്ട്. ഇത്ര വലിയ പുരുഷാരത്തിന് കൊടുക്കാനുള്ള അപ്പമൊന്നും ഈ കാട്ടിൽ നമുക്കില്ല. സാഹചര്യം വളരെ മോശമാണ്. ഇവിടെ ഒന്നുമില്ല, ഒരു ശേഷിപ്പും ഇല്ല, ഒന്നും കിട്ടാനില്ല, സമൃദ്ധിയായിട്ടൊന്നുമില്ല എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പം കർത്താവ് ചോദിച്ചത് സമൃദ്ധിയായിട്ട് എന്തെങ്കിലും ഉണ്ടോന്നല്ല, ശേഷിപ്പ് എന്തെങ്കിലും ഉണ്ടോന്ന്. ഹല്ലേലൂയ. കർത്താവ് ചോദിച്ചത് ഇവിടെ 50,000 അപ്പം കിട്ടുമോ, ഈ 5,000 പേർക്ക് 2 അപ്പം വെച്ച് കൊടുക്കാൻ 10,000 അപ്പം കിട്ടുമോ എന്നൊന്നും അല്ല കർത്താവ് ചോദിച്ചത്. എന്തെങ്കിലും ശേഷിപ്പുണ്ടോ, എന്തെങ്കിലും നീക്കുബാക്കിയുണ്ടോ, എന്തെങ്കിലും റെമനന്റ് ആയിട്ട് ഇരിപ്പുണ്ടോ, എന്തെങ്കിലും റിമൈനിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ 7 അപ്പവും കുറെ ചെറുമീനും ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, വഴിയിൽ തളർന്നു പോകേണ്ട ആ ജനം യേശു കർത്താവിന്റെ കരത്താൽ അപ്പമീനുകളെ വാഴ്ത്തി വർദ്ധിപ്പിച്ച് അവർക്ക് വിളമ്പിയപ്പോൾ
അവരുടെ സൗഖ്യത്തിനും അവരുടെ സന്തോഷത്തിനും അവരുടെ ആരോഗ്യത്തിനും അവരുടെ ഭൗതിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവരുടെ ബലത്തിനും എനർജിക്കും അത് കാരണമായി തീർന്നു. ഞാൻ ഉറപ്പായിട്ടും ഈ ഭാഗത്തുനിന്ന് പറയട്ടെ, നമുക്ക് ഭക്ഷിക്കാനും നമുക്ക് ജീവിക്കാനും ദൈവം ഒരു ശേഷിപ്പിക്കും. ഈ കോവിഡിന്റെ ഈ കാലഘട്ടത്തിലൊക്കെ പലയിടത്തും ഒത്തിരി ബുദ്ധിമുട്ടുകൾ പലരും അനുഭവിക്കുമ്പോൾ, പലരും ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, എൻ്റെ ഒരു ചോദ്യം നിങ്ങളോട്, എൻ്റെ കർത്താവ് നിങ്ങൾക്ക് ആഹാരം മുടക്കിയോ? ഇല്ല. എൻ്റെ കർത്താവ് നിങ്ങളുടെ ഏതെങ്കിലും ആവശ്യങ്ങൾ മുടക്കിയോ? ഇല്ല. എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം അന്നന്ന് നൽകിയില്ലേ? യേശു കർത്താവ് പ്രാർത്ഥിക്കാനായി പഠിപ്പിച്ചപ്പോൾ ഇങ്ങനല്ലേ പറഞ്ഞത്? നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് ദിനം പ്രതി തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും നീ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ഞങ്ങളെ ദുഷ്ടനിൽ നിന്നും രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേതാകുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരത്തെ ദിനം പ്രതി തരണമേ. തരുന്നില്ലേ? കർത്താവ് നൽകുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, അതെവിടുന്നാണെന്ന് അറിയുന്നില്ല. ഓരോ ദിവസവും ഓരോ നാളുകളിലും ഓരോ വിഷയത്തിൽ ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ വിഷയങ്ങളിൽ വലിയ കാര്യമായിരിക്കും. ആ വലിയ കാര്യത്തെയും ദൈവം നടത്തുന്നു. മറ്റു ചിലർക്ക് ചെറിയ കാര്യമായിരിക്കാം. ആ ചെറിയ കാര്യത്തെയും ദൈവം അത്ഭുതകരമായി നടത്തുന്നു. ഓരോ ദിവസവും ദൈവം ചില ശേഷിപ്പുകളിൽ നിന്ന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. ഞാൻ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുകയാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടെ പറഞ്ഞിട്ട്. പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളിലെ ശേഷിപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടു. ജീവിതത്തിൽ ഒരു സൗഖ്യം കർത്താവിന് നിങ്ങൾക്ക് തരുവാൻ, നിങ്ങളെ ഒരു സാക്ഷിയാക്കുവാൻ, ആരോഗ്യത്തിൽ വെളിപ്പെടുന്ന ശേഷിപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടു. ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭൗതിക വിഷയത്തിന് വേണ്ടി ദൈവം ശേഷിപ്പിക്കുന്ന ശേഷിപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ COVID-19 കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ, ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മാറുമ്പോൾ, കർത്താവിന്റെ വരവ് അതിവിദൂരമല്ല, വളരെ അടുത്തിരിക്കുന്നു, വളരെ സമീപമായിരിക്കുന്നു. ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട് എന്ന് പറഞ്ഞല്ലേ നമ്മൾ ഇന്നത്തെ സർവീസ് തുടങ്ങി. വരുന്ന കാലഘട്ടത്തിൽ ആ ശേഷിപ്പിനെ കൊണ്ട് ദൈവം വലിയൊരു പ്രവൃത്തി ചെയ്യും. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മാറുന്നെങ്കിൽ, കർത്താവ് അതിനെ അനുവദിക്കുന്നെങ്കിൽ, ഈ COVID-19 കാലഘട്ടമൊക്കെ കഴിയുമ്പോൾ ഇതിനോട് തത്തുല്യമായ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിനേക്കാൾ ഭീകരമായ സാഹചര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ മുൻകഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. സ്വാൻ ഫ്ലൂവിലൂടെ, വസൂരിയിലൂടെ, കോളറയിലൂടെ, വിവിധ തരത്തിലുള്ള വൈറസുകളുടെ ആക്രമണങ്ങൾ നമ്മുടെ രാജ്യങ്ങളിലും ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട്. സ്വയൻ ഫ്ലൂ എന്ന് പറയുന്ന വൈറസിന്റെ അറ്റാക്ക് നിമിത്തം ലോക ജനസംഖ്യയുടെ 1% ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഈ ഒരു കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ, ഈ ഒരു സാഹചര്യം കഴിയുമ്പോൾ, കർത്താവിന് ഒരു ശേഷിപ്പുണ്ടാകും. ദൈവത്തിന്റെ രാജ്യത്തിന് ഒരു ശേഷിപ്പുണ്ടാകും. ഞാൻ എല്ലാ സർവീസിലും പറയുന്നു, ദിസ് ഈസ് ദ ടൈം ഓഫ് പ്രിപ്പറേഷൻ, ദിസ് ഈസ് ദ ടൈം ഓഫ് പ്യൂരിഫിക്കേഷൻ, ആൻഡ് ദിസ് ഈസ് ദ ടൈം ഓഫ് റെസ്റ്റോറേഷൻ. ഇതൊരു പുനർസ്ഥാപനത്തിന്റെ സമയമാണ്, ഇതൊരു വിശുദ്ധീകരണത്തിന്റെ സമയമാണ്, ഇത് ഒരു ഒരുക്കത്തിന്റെ സമയമാണ്. പ്രിപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ ആൻഡ് റെസ്റ്റോറേഷൻ. അങ്ങനെയാണെങ്കിൽ പ്രിപ്പയർഡായ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നുപോയി ദൈവത്തിനു വേണ്ടി പ്യൂരിഫൈ ചെയ്ത, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തന്റെ തിരുവെഴുത്തുകളിലൂടെ പുനർസ്ഥാപിക്കപ്പെട്ട ഒരു ശേഷിപ്പിനെ ആഫ്റ്റർ ദിസ് COVID-19 ദൈവം പുറത്തിറക്കും, ദൈവം വെളിയിൽ കൊണ്ടുവരും. അത് കർത്താവിന്റെ ഒരു ശേഷിപ്പായിരിക്കും. ഹല്ലേലൂയ. ഒത്തിരി വിശ്വാസത്യാഗം നടക്കും. അവിശ്വസിച്ചും പരിഹസിച്ചും പഴി പറഞ്ഞും വിമർശിച്ചും പലരും വിശ്വാസത്തിൽ നിന്ന് പോകും. യേശു പറഞ്ഞു, അതങ്ങനെ തന്നെ സംഭവിക്കേണ്ടതാകുന്നു. വിശ്വാസത്യാഗം നടക്കും. പക്ഷേ ഒരു ശേഷിപ്പിനെ, കർത്താവിന് വേണ്ടി ഒരു ശേഷിപ്പിനെ ദൈവം പുറത്തു കൊണ്ടുവരും. എന്താണ് സംഭവിക്കുന്ന ശേഷിപ്പിനെ കുറിച്ച് തിരുവെഴുത്തുകളിൽ നിന്ന്, വചനത്തിൽ നിന്ന് പറയാനുള്ളത്? മീഖായുടെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യത്തിൽ പറയുന്നു, യാക്കോബേ,
ഞാൻ നിനക്കുള്ളവരെയൊക്കെയും ചേർത്തുകൊള്ളും. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും. തൊഴുത്തിലെ ആടുകളെ പോലെ, മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ആൾപ്പെരുപ്പം ഹേതുവായി അവിടെ മുഴക്കം ഉണ്ടാകും. യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെയൊക്കെയും ചേർത്തുകൊള്ളും. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെ, ഒരു ശേഷിപ്പിനെ, റെമനന്റ് ആയിട്ടുള്ള ഒരു കൂട്ടത്തെ ഞാൻ ശേഖരിക്കും. ഹല്ലേലൂയ. എന്താണ് അതിന്റെ പ്രത്യേകത? തൊഴുത്തിലെ ആടുകളെ പോലെ, മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ഇത് ഇസ്രായേൽ ജനത്തോടുള്ള വാഗ്ദത്തമാണെങ്കിലും, ഇത് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് മീഖ പ്രവചിക്കുന്നതാണെങ്കിലും, വചനം വ്യക്തിപരമായി നമുക്ക് ഏറ്റെടുക്കാം. ഈ ഭാഗം നമുക്ക് വിശ്വസിക്കാം. ഈ ഭാഗം നമ്മുടേതാക്കി മാറ്റാം. മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ആൾപ്പെരുപ്പം ഹേതുവായി വലിയ മുഴക്കമുണ്ടാകും. എന്താ അതിന്റെ അർത്ഥം? വി ആർ ഗോയിങ് ടു സീ ദ ഗ്രേറ്റ് റിവൈവൽ. ഒരു വലിയ ഉണർവ് സംഭവിക്കും. ആൾപ്പെരുപ്പം ഹേതുവായി ഒരു വലിയ മുഴക്കമുണ്ടാകും. ആൾപ്പെരുപ്പം ഹേതുവായി മുഴക്കമുണ്ടാകുന്നത് ആരെ കൊണ്ടാണ്? ആ ശേഷിപ്പിനെ കൊണ്ട്. ആ ശേഷിപ്പിനെ കൊണ്ട്. എല്ലാവരും വരുവിൻ, അതല്ല, ആ ശേഷിപ്പിനെ കൊണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. യോവേലിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 31-32 വാക്യം പറയുന്നു, യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറും. എന്നാൽ അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. ശേഷിച്ചിരിക്കുന്നവരുടെ ആ റെമനന്റ് ഗ്രൂപ്പിൽ, ആ ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. The remnant who the Lord shall call. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരുടെ ഒരു ശേഷിച്ച കൂട്ടം, റെമനന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ദൈവം വേർതിരിക്കും. അവർ പുറത്തു വരും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു ആമീൻ പറയാമോ അതിന്? ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങള് നിന്റെ വരവ് വൈകുന്നെങ്കിൽ ഒരു വലിയ ഉണർവ് ഞങ്ങളുടെ നടുവിൽ അയക്കണമേ. അവിടുത്തെ വരവ് വൈകുന്നെങ്കിൽ ഒരു വലിയ മാറ്റത്തിന്റെ കാറ്റ് വീശണമേ. ഒരു ശേഷിക്കുന്ന കൂട്ടത്തെ, ഹല്ലേലൂയ, ഈ സാഹചര്യത്തിലും കർത്താവിന് വേണ്ടി, അവന്റെ വചനത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ഏത് പ്രതിസന്ധിയുടെ നടുവിലും കർത്താവിന് വേണ്ടി ശേഷിക്കുന്ന റെമനന്റായി നിൽക്കുന്ന ആ കൂട്ടത്തെ സ്വർഗത്തിലെ ദൈവം ചേർത്തുകൊള്ളണമേ. അവരെ ഒന്നിച്ചു കൂട്ടി ആൾപ്പെരുപ്പം ഹേതുവായി മുഴക്കമുണ്ടാകട്ടെ. വലിയ ഹല്ലേലൂയ, 10,000 ലക്ഷക്കണക്കിന് ആൾക്കാര് ഒന്നിച്ച് ഹല്ലേലൂയ പറയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം വിശ്വാസത്താൽ എത്ര പേർ കേൾക്കുന്നുണ്ട്? 1,00,000 പേർ, 10,00,000 പേർ, 50,00,000 പേർ. ഇന്ത്യയിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ ശബ്ദത്തെ വിശ്വാസത്താൽ കേൾക്കുന്നവർക്കായി സ്തോത്രം. ആശേഷിക്കുന്ന കൂട്ടത്തെ, ആശേഷിപ്പിനെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ ദൈവത്തിന്റെ ദാസൻ ഒന്ന് വായിക്കാമോ വേഗത്തിൽ? അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് മഹത്വമുള്ള ഒരു കിരീടവും ഭംഗിയുള്ളൊരു മുടിയും ന്യായവിസ്താരം കഴിപ്പാനിരിക്കുന്നവന് ന്യായത്തിന്റെ ആത്മാവും പട്ടണവാതിക്കൽ വെച്ച് പടയെ മടക്കി കളയുന്നവർക്ക് വീര്യബലവുമായിരിക്കും. ആർക്കാണ് ദൈവം വീര്യബലമാകുന്നത്? പട്ടണവാതിക്കൽ വെച്ച് പടയെ മടക്കി കളയത്തക്ക രീതിയിൽ, ശത്രുവിനെ ഓടിക്കത്തക്ക രീതിയിൽ ആരെയാണ് ദൈവം ഉയർത്താൻ പോകുന്നത്? 5-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി യെശയ്യാ പറയുന്നു, യഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന്, ഹല്ലേലൂയ, ആ ശേഷിപ്പിന് ദൈവം ഒരു ക്രൗൺ ആയിരിക്കും. ആ റെമനന്റ് ആയിട്ടുള്ള കൂട്ടത്തിന് ദൈവം ഒരു കിരീടമായിരിക്കും. ശേഷിപ്പിന് അവനൊരു മഹത്വ കിരീടമായിരിക്കുമെന്ന് തിരുവെഴുത്തിൽ വ്യക്തമാക്കുന്നു. ഇനി ഞാൻ പറഞ്ഞവസാനിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവിങ്കൽ, നമ്മുടെ യേശുവിന്റെ വരവിങ്കൽ ആരാണ് എടുക്കപ്പെടുന്നത്? അല്ലെങ്കിൽ മരണാനന്തരം ആരാണ് നിത്യതയിൽ എത്തുന്നത്? മത്തായി 7:13-14 യേശു പറയുന്നു, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ,
നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിലൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴിഞ്ഞെരുക്കമുള്ളതത്രേ, അതിലൂടെ അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഒരു ശേഷിപ്പ് മാത്രമേ ജീവന്റെ വാതിലൂടെ പോകത്തുള്ളൂ. ഒരു ശേഷിപ്പ് മാത്രമേ, ഒരു ചുരുക്കം ആൾക്കാർ മാത്രമേ അവിടെ എത്തൂ. എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നു എല്ലാവരും സ്വർഗത്തിൽ എത്തണമെന്ന്. കാരണം സ്വർഗം ദൈവം ഒരുക്കിയിരിക്കുന്നത് തന്റെ മക്കൾക്കും തന്റെ സൃഷ്ടിയായ മനുഷ്യനും വേണ്ടിയാണ്. നരകം ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടല്ല, സാത്താനും വീണുപോയ ദൂതന്മാർക്കും വേണ്ടിയിട്ടാണ്, സാത്താനി സൈന്യത്തിന് വേണ്ടിയിട്ടാണ്. ആ നരകത്തിൽ മനുഷ്യന്റെ ആത്മാവ് നിബന്ധിക്കുന്നത് മനുഷ്യൻ ആ സാത്താന്റെ ഇൻഫ്ലുവൻസുകളിൽ, അവന്റെ പ്രലോഭനങ്ങളിൽ വഴിപെട്ടു പോകുമ്പോഴാണ്. സ്വർഗം ദൈവം ഒരുക്കിയിരിക്കുന്നത് തന്റെ ഭക്തന്മാർക്കും തന്റെ മക്കൾക്കും വേണ്ടിയാണ്. ആ വിശാലതയുടെ വാതിൽ, വിശാലതയുടെ വഴി എന്ന് പറയുന്നത്, നാശത്തിന്റെ വാതിൽ എന്ന് പറയുന്നത് വീതിയുള്ളതും വിശാലവുമാണ്. ഒത്തിരി പേര് അതിലൂടെ പോകുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കി ഈ ഇടുക്കോ ഞെരുക്കോ ഉള്ള വഴിയിലൂടെ പോകുന്നവരെ നോക്കി പരിഹസിച്ചുകൊണ്ട്, നിങ്ങളെപ്പോലെ എന്നെ പോലുള്ളവരെ, ദൈവകൃപയിൽ ജീവിക്കുന്നവരെ കളിയാക്കിക്കൊണ്ട് അവർ പോകുന്നുണ്ട്. പക്ഷെ ആ പോക്ക് നാശത്തിലേക്കും നരകത്തിലേക്കുമുള്ള യാത്രയാണ്. കാരണം ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ള വഴിയാണ്. ആ വഴി കണ്ടെത്തുന്നവർ, അത് ഫൈൻഡ് ചെയ്യുന്നവർ ചുരുക്കമാണ്. ഒരു റെമനന്റ് ഗ്രൂപ്പാണ്, ഒരു ചെറിയ ശേഷിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. അതിൽ നിങ്ങൾ ഉണ്ടാകണം, ആ ശേഷിപ്പിൽ നിങ്ങൾ ഉണ്ടാകണം. ജീവന്റെ ആ വഴിയിലൂടെ, ജീവന്റെ വാതിലൂടെ അകത്തു കടന്ന് നിത്യജീവനിൽ പ്രവേശിക്കുന്ന, നിത്യതയിൽ എത്തുന്ന ആ റിമൈനിങ് ഗ്രൂപ്പിൽ, ആ റെമനന്റ് ഗ്രൂപ്പിൽ, ആ ശേഷിപ്പിൽ നിങ്ങൾ ഉണ്ടാകണം, ഞാൻ ഉണ്ടാകണം. അതെ, ആ ശേഷിപ്പിനെ ചേർക്കുവാൻ യേശു കർത്താവ് മേഘാരൂഢനായി വേഗത്തിൽ മടങ്ങി വരുന്നു. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവർത്തിയാലല്ല, പ്രവർത്തിയാലെങ്കിൽ കൃപയല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ വിടുതലുകൾക്കായി, എൻ്റെ ബന്ധങ്ങളിൽ വെളിപ്പെടുത്തുന്ന ശേഷിപ്പിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സൗഖ്യത്തിനായി, എൻ്റെ ആരോഗ്യത്തിൽ നിലനിർത്തിയിരിക്കുന്ന, ഇപ്പോൾ നൽകിയിരിക്കുന്ന ആരോഗ്യത്തിനായി, ഇപ്പോൾ നൽകിയിരിക്കുന്ന സൗഖ്യത്തിനായി, ഒരു വലിയ സാക്ഷ്യത്തിനായി നൽകിയിരിക്കുന്ന ആ ശേഷിപ്പിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ഭക്ഷിക്കുവാനും എനിക്ക് ജീവിക്കുവാനും നൽകിയിരിക്കുന്ന ശേഷിപ്പിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ വരവിങ്കൽ ഒരു ശേഷിപ്പാണല്ലോ ആ കാഹളനാദത്തിങ്കൽ ഉയർക്കുന്നത്. ഒരു ശേഷിപ്പിനെ ചേർക്കുവാനാണല്ലോ അങ്ങ് മടങ്ങി വരുന്നത്. ആ ഇടുക്കമുള്ള വാതിലൂടെ കടന്നു പോകുന്ന ആ ചുരുക്കത്തെ ചേർക്കാനാണല്ലോ യേശുവെ അങ്ങ് മടങ്ങി വരുന്നത്. ആ ശേഷിപ്പിൽ ഞാനും ഉണ്ടാകണമേ, ആ റെമനന്റ് ഗ്രൂപ്പിൽ ഞാനും ഉണ്ടാകണമേ. എന്നെ സഹായിക്കണമേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുമോ? ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ ഓണർ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ, എല്ലാവരോടും ഞാൻ പറയുന്നില്ല, കഴിയുകയാണെങ്കിൽ ഇതിനൊരു തമാശയെ കാണരുത്. ആ ഫോണും കയ്യിലെടുത്തോണ്ടൊന്ന് എഴുന്നേറ്റേ. ടെലിവിഷന്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. ആ ലാപ്ടോപ്പിന് മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് എന്നെ കേൾപ്പിച്ച ഈ സന്ദേശത്തിന് നന്ദി എന്ന് പറഞ്ഞേ. എല്ലാവരും എന്നെ മറന്നു കളഞ്ഞപ്പോൾ ചിലരെ എനിക്ക് വേണ്ടി ദൈവം ശേഷിപ്പിച്ചു. ഹല്ലേലൂയ. എല്ലാ സുഹൃത്തുക്കളും എന്നെ വിട്ടുപോയപ്പോൾ ചില സുഹൃത്തുക്കളെ കർത്താവ് എൻ്റെ അനുഗ്രഹത്തിനായി ശേഷിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ തകർന്ന് തരിപ്പണമായി പോകേണ്ട സാഹചര്യത്ത് എന്നെ നിലനിർത്തുവാൻ, എനിക്ക് സൗഖ്യമുണ്ടാകാൻ അല്പമെങ്കിലും ആരോഗ്യം എന്നിൽ ശേഷിപ്പിച്ചു. നാളെ എങ്ങനെയെന്ന് ചിന്തിച്ചപ്പോൾ ഓരോ ദിവസവും എൻ്റെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി ചില ശേഷിപ്പുകൾ എനിക്ക് വേണ്ടി ഒരുക്കി. അതിലെൻ്റെ ദൈവം വർധന വഹിച്ചു. കർത്താവ് ഇതിലെല്ലാം സർവോപരിയായിട്ട് ഒരു ശേഷിപ്പിനെ സ്വീകരിപ്പാൻ, ഒരു റെമനന്റ് ഗ്രൂപ്പിനെ സ്വീകരിപ്പാൻ മടങ്ങി വരുന്ന കർത്താവെ, ഞാനും അതിലുണ്ടാകട്ടെ. എന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ കൈകളെ ഉയർത്തിപ്പിടിക്കാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ വരികൾ എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പാടുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ സർവീസിന്റെ മധ്യയിൽ പാപത്താൽ എന്നിൽ വന്ന
ശാപക്കറകൾ മാറ്റി പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. ദുഃഖം ദാരിദ്ര്യമെന്നീ അവയ്ക്കുണ്ടോ ശക്തി എന്നിൽ? ദുഃഖം ദാരിദ്ര്യമെന്നീ അവയ്ക്കുണ്ടോ ശക്തി എന്നിൽ? കൈക്കു പിടിച്ചു നട തീ കൊണ്ടു പോകുന്നവൻ ഓരോ നിമിഷവും കൈക്കു പിടിച്ചു നട തീ കൊണ്ടു പോകുന്നവൻ യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. കർത്താവേ, ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം എന്നെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. കർത്താവിന് വേണ്ടി, തന്റെ രാജ്യത്തിന് വേണ്ടി ഒരു ശേഷിപ്പായി എന്നെ ഈ ഞായറാഴ്ച എന്നെ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വിശ്വാസികളെയും കർത്താവിന്റെ ബലമുള്ള കരത്തിലേക്ക് തരുന്നു. അവരുടെ ജീവിതത്തിൽ സ്വർഗം പ്രവർത്തിക്കുന്നതിനായി നന്ദി. അവരുടെ ജീവിതത്തിലേക്ക് നീ അയച്ചതായ ബന്ധങ്ങളുടെ ശേഷിപ്പിനായി നന്ദി. അവരുടെ ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായി സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ അവരുടെ ജീവനെ ശേഷിപ്പിച്ചതിനായി നന്ദി. അവരുടെ ജീവനും ഭക്തിക്കുമായി, അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്കായി അവരുടെ ജീവിതത്തിൽ ചിലതിനെ ശേഷിപ്പിച്ച് അതിനകത്തുനിന്ന് വർധനവിനെ അയച്ച കർത്താവിന് നന്ദി. അവിടുത്തെ വരവിനായി, അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി, നിത്യജീവനായി ഞങ്ങളെ ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ഗണമായി, ഒരു ശേഷിപ്പായി നിർത്തിയിരിക്കുന്നതിന് നന്ദി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇവരെ ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എല്ലാവിധ നന്മകളാലും പരിശുദ്ധാത്മാവ് ഇവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട ഓരോ വചനങ്ങളും നിറവേറട്ടെ. ദൈവമായ കർത്താവ് ഒരു വലിയ റിവൈവലിനായി, ഒരു വലിയ ഉണർവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അവിടുത്തെ വരവിനെ ഞങ്ങൾ നോക്കി പാർക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് നൽകുന്നു. യേശുവിൻ നാമത്തിൽ നിസ്തുല്യനായ ദൈവമേ, ആമേൻ.